ആട്ടെ, ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം. പൗലോസാണോ ശരി, ബർന്നബാസാണോ? ഏതാണ് ശരി? പൗലോസാണ് ശരിയെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ഹാള് പൂട്ടേണ്ടി വരും. ഇത്രയും കടുകട്ടി പോക്കാണെങ്കിൽ കാര്യങ്ങളുടെ മുമ്പോട്ടുള്ള പോക്ക് വലിയ കഷ്ടമാണ്. ആത്മാക്കൾ വരില്ലെന്ന് വിട്ടുവീഴ്ചയില്ലെങ്കിൽ. അപ്പോൾ ബർന്നബാസാണോ ശരി? ബർന്നബാസാണെങ്കിലുള്ള കുഴപ്പം, സഭ മുഴുവൻ കൊച്ചുവീടി പോയിക്കുന്നതിനെ കൊണ്ട് നിറയും. അവൻ പെട്ടിക്കടയിൻ്റെ സൈഡിൽ തന്നെ തുടങ്ങും. അവൻ പാൻപരാഗ് അപ്പുറത്തിട്ട് വിറ്റിട്ട് പറയും കൃപയാണ്. അപ്പോൾ പിന്നെന്ത് ചെയ്യും? ഇതൊരു പാഠമാണ്, പഠിച്ചോണം. ബർന്നബാസോ ശരി, പൗലോസോ ശരി എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്കൊരു ഉത്തരം തരുന്നു. രണ്ടിൻ്റെ ഇടയ്ക്കൊരു ശരിയുണ്ട്. രണ്ടിൻ്റെ ഇടയ്ക്കൊരു ശരി. വല്ലാതെ പൗലോസും ആകരുത്, വല്ലാതെ ബർന്നബാസും ആകരുത്. കെയർ കൊടുക്കണം, ശിക്ഷയും കൊടുക്കണം. വേണ്ടേ? ശിക്ഷയും കൊടുക്കണം. അതിന് കാരണമുണ്ട്. ഈ രണ്ടുപേരും രണ്ട് വഴിക്ക്. പൗലോസ് ശീലാസിനെ കുട്ടി ഒരു വഴിക്ക് പോയി, ബർന്നബാസ് ഈ മാർക്കസിനെ കൂട്ടി വേറൊരു വഴിക്ക് പോയി. അങ്ങോട്ട് പോകുമ്പോൾ ഈ ബർന്നബാസ് പറയുന്നുണ്ട്, കുഞ്ഞേ, നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതേ ജ്യേഷ്ഠനെപ്പോലെ ഞാൻ കരുതിയ, ഗുരുസ്ഥാനീയനായി ഞാൻ കണ്ട എൻ്റെ പ്രിയപ്പെട്ട പൗലോസിനെയാണ്. ആ മനസ്സ് മുറിഞ്ഞു നീ കാരണം. ക്രിസ്തു ഞങ്ങളുടെ ബന്ധങ്ങൾ ഒരിക്കൽ വീണ്ടും കൂട്ടിച്ചേർക്കട്ടെ. ഞങ്ങൾ തമ്മിൽ പകയില്ല, വിദ്വേഷമില്ല, പക്ഷെ കാരണക്കാരൻ നീയാ. വലിയ ചിലവുണ്ട് മകനെ നിന്നെ കൊണ്ടു നടക്കാൻ. എൻ്റെ ഹൃദയം മുഴുവൻ വിങ്ങുന്നു പൗലോസിനെ കുറിച്ച് ഓർക്കുമ്പോൾ. നൂറുകണക്കിന് കല്ലേറ് വരുമ്പോൾ എൻ്റെ ദേഹത്ത് വീഴാതിരിക്കെ സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞ് ഓരോ മുറിവുകളും ഏറ്റുവാങ്ങി, അടി വരുമ്പോൾ, പീഡ വരുമ്പോൾ ചങ്കുറപ്പോടെ മമ്പിൽക്കരി നിന്നുകൊണ്ട് യേശു നിമിത്തം സുവിശേഷത്തിന്റെ ജയക്കൊടി ഉയർത്തിയ ഒരു മാതൃകാ പുരുഷന്റെ ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്കൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പാക്കിക്കോ, നീ നിലകൊള്ളുന്ന സത്യത്തിന് വേണ്ടി ഒരു കാലഘട്ടം നിനക്ക് വരുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളുടെ ചങ്ങല കണ്ണികൾ വിളക്കി ചേർക്കുന്ന ദൈവകൃപയുടെ ഒരു വ്യാപാരം. തെറ്റിദ്ധാരണ പേരിൽ ഒക്കെ അറ്റുപോയ ബന്ധങ്ങൾ ഒരിക്കൽ കൂടി പുനഃസ്ഥാപിക്കപ്പെടും. ഭാരം വേണ്ട, പ്രയാസം വേണ്ട, നിഷ്കളങ്കരായി നീ യേശുവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുക. എല്ലാ തെറ്റിദ്ധാരണയും മാറുന്ന ഒരു ദിവസമുണ്ട്. ഈ ഷെയ്ക്ക് നിന്നോട് പറയുമെന്ന് പ്രാർത്ഥിക്കാൻ തലയിൽ കൈവച്ച്. അവൻ അസ്വസ്ഥത കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അഹശ്വാരോഷന് അസ്വസ്ഥത കൊടുത്തവൻ ഇന്നും ജീവിക്കുന്നു എന്ന സത്യം തിരിച്ചറിയി. ഒരു നാടിന്റെ മുഴുവൻ രക്ഷ നിന്നിലൂടെ അല്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ടാകട്ടെ, ആരാധനയ്ക്ക് ശക്തി ഉണ്ടാകട്ടെ, കാഴ്ചപ്പാടുകൾക്ക് നിറം വരട്ടെ, സ്വപ്നങ്ങൾക്കും ദർശനങ്ങൾക്കും ശക്തി പകരട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. തോന്നക്കൽ എന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കവിത്രയത്തിൽ പ്രധാനിയായ കുമാരനാശാൻ്റെ നാട് എന്നാണ് ഞങ്ങൾ പഠിച്ചതും കേട്ടതും മനസ്സിലാക്കിയതും. അധാർമികതയുടെ ഇരുട്ടിലേക്ക് വെളിച്ചം വീശുന്നതിന് കവിത കൊണ്ട് ഇടപെടൽ നടത്തിയ, അന്ധകാരത്തിൻ്റെ അരക്കില്ലങ്ങളെ ചൂട്ടരിച്ച് തകർത്ത ആശാൻ, ആശയഗംഭീരൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നക്കൽ എന്ന ഈ സ്ഥലം പ്രിയങ്കരമാകുന്നത് എൻ്റെ ജ്യേഷ്ഠസ്ഥാനീയരായ 2-3 സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ്. ആറ്റിങ്ങലും തോന്നക്കലുമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഇതുവഴി യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിലും ഒക്കെ തന്നെ വരുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാർ കർത്താവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ തോമസ് തോന്നക്കൽ, പാസ്റ്റർ ജെ.സി. പാറക്കടവിൽ, പാസ്റ്റർ അഗസ്റ്റിൻ തുടങ്ങിയ ആളുകളുടെ പേരിനാലാണ്. അവരുടെ അഭാവം മാനുഷികമായി നമുക്ക് അല്പം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു എങ്കിലും അവർ തുടങ്ങിവെച്ച ശുശ്രൂഷകൾ ഗംഭീരമായി പിന്നാലെ വരുന്നൊരു തലമുറ ഏറ്റെടുത്ത് നടത്തുന്നു എന്നതിലും അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. വീണ്ടും ഈ സെൻറ്ററിൻ്റെ ശുശ്രൂഷയിൽ നിയോഗിതനായ കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ വിൽസൺ ഹെൻറി അവർകൾ അദ്ദേഹത്തെ അഭിനയിക്കുന്നതിനോടൊപ്പം കൂടുതൽ കരുത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾ എനിക്ക് പരിചിതരാണ്. ഞാൻ വരുമ്പോൾ തന്നെ വർക്കലയിൽ നിന്ന് ഒരു കർത്തൃദാസൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്നേഹിതൻ ഷനിൽ
ആർ ദാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ദേശനിവാസിയാണ്. അങ്ങനെ ചിരകാല പരിചിതരും അടുത്ത സ്നേഹിതരുമായ നിരവധി പേരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറഞ്ഞുകൊണ്ട്, സമയപരിധി കൊണ്ടും ചിലരെ വ്യക്തിപരമായി അറിയാമെങ്കിലും അവരുടെ പേരത്ര ഓർമ്മയിൽ നിൽക്കാത്തത് കൊണ്ടും ക്ഷമാപണം ചെയ്തുകൊണ്ട് ദൈവവചന പ്രഭാഷണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഒരു വചനഭാഗം വായിച്ച് സഹായിക്കാമെങ്കിൽ അത് പ്രയോജനപ്രദമാകും. നിങ്ങൾ വായിക്കേണ്ട വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ ദയവായി ഒന്ന് വായിച്ച് സഹായിക്കണം. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഹർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. മതി. ഉത്കൃഷ്ടവും ആധികാരികവുമായ ഈ വചന ഭാഗത്തിനായി ദൈവത്തിന് മഹത്വം. ചരിത്രപ്രസിദ്ധമായ അന്ത്യോക്യയിലെ സഭയിൽ ആരാധനയ്ക്ക് സംബന്ധിച്ചു കൊണ്ടിരുന്ന ഒരു പറ്റം യുവാക്കൾ പ്രാർത്ഥന നിരതരായി ഉപവസിച്ച് ധ്യാനിച്ച് സമയം ചിലവഴിക്കവേ അവർ തന്നെ പ്രവാചക ശുശ്രൂഷയുള്ളവരാകയാലും ആ സഭ കൃപാവരങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സഭയാകയാലും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ആ സഭയിലെ അംഗങ്ങൾക്ക് ഒരു ദിവ്യ ആലോചന ലഭിക്കുന്നു. ആ ആലോചനയിൽ 2 പേരുകൾ പ്രകടമാകുന്നു. ഒന്ന്, ക്രൈസ്തവ ലോകം പിൽക്കാലത്ത് സെയിൻറ്റ് പോൾ അഥവാ വിശുദ്ധ പൗലോസ് എന്ന് വിളിച്ച തർസോസുകാരനായ ശൗൽ. 2, ബർന്നബാസ് എന്ന പേരായ ഒരു പ്രഭാഷണ ചാതുര്യം കൊണ്ട് പ്രമുഖനായ ഒരു ദൈവദാസൻ. ഈ 2 ആളുകളെ ഞാൻ വിളിച്ചിരിക്കുന്ന എൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയക്കുക എന്ന ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ട് അനന്തരം സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഭയിൽ നിന്ന് പ്രാർത്ഥനയുടെയും ദിവ്യാത്മാവിൻ്റെയും ശക്തിയോടെ അവർ ഇറങ്ങി പുറപ്പെട്ടു. ഇതാണ് വായിച്ച വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം. ഇത് ഒരു കൺവെൻഷനാണ്. സുവിശേഷ യോഗം എന്നതിനപ്പുറത്ത് ഇതിനൊരു പ്രാധാന്യമുണ്ട്. സാധാരണ സുവിശേഷ യോഗം പബ്ലിക്കിനെ ഉദ്ദേശിച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവും രക്ഷാകരണ പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ പറയുന്ന വേദിയാണത്. എന്നാൽ ഡിസ്ട്രിക്ട് തല കൺവെൻഷനുകളിലെ അംഗങ്ങൾ എന്നത് ബഹുഭൂരിപക്ഷവും വിശ്വാസികളും ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ശുശ്രൂഷകന്മാരും അവരുടെ മക്കളും ഒക്കെയായി ആത്മീക പശ്ചാത്തലത്തിലുള്ളവരാണ് എന്നതുകൊണ്ട് ഇവിടെ പറയേണ്ട ആലോചനയ്ക്ക് സുവിശേഷം പറയുന്ന ആ ചിന്തയിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ സുവിശേഷം പറയില്ല എന്നതിനർത്ഥമില്ല. സുവിശേഷം ഇന്ന് രാത്രിയും നമ്മൾ പ്രസംഗിക്കും. കാരണം എവിടെയും ഏത് ഘട്ടത്തിലും ഏത് സമയത്തിലും ഏത് സ്ഥലത്തും പ്രസംഗിക്കാൻ പറ്റുന്ന വിഷയമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന ഈ വേദിക്കൊരു പ്രത്യേകത കൂടി. ഇവിടെ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്ന ഈ ആളുകൾ പോകുന്നത് സുവിശേഷം പറയാനാണ്, യേശുവിനെ പറ്റി പറയാനാണ്. അതുകൊണ്ട് ഈ യോഗം തീരുമ്പോഴും ചില സുവിശേഷം പറയാൻ സന്നദ്ധരായി ആത്മസമർപ്പിതരായി മുമ്പോട്ട് വരണം എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. 24 വർഷങ്ങൾക്കപ്പുറത്ത് ഈ ഡിസ്ട്രിക്റ്റ് പ്രാർത്ഥിച്ചാരംഭിക്കുകയും
വാർഷിക കൺവെൻഷനായി തുടങ്ങുകയും ചെയ്ത കാലം മുതൽ ഇവിടെ പങ്കെടുക്കുന്ന സഹോദരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരിൽ പലരും ബിരുദധാരികളോ ബിരുദാനന്തര ബിരുദധാരികളോ ഉദ്യോഗസ്ഥരോ വിവാഹിതരോ ഒക്കെയായി പോയിട്ടുണ്ടാകാം. നമുക്ക് അത് മാത്രം പോരാ, യേശുവിനെ പ്രസംഗിക്കുന്നവരും നമുക്കിടയിൽ നിന്ന് എഴുന്നേൽക്കണം. സുവിശേഷം പറയുന്നവർ എഴുന്നേൽക്കണം. ഞാൻ ഇന്ന് വരും വഴിക്ക് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 2 പ്രമുഖ നേതാക്കളുമായി അടുത്ത് സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമുക്ക് ഇനി വരുന്നൊരു കാലഘട്ടത്തിൽ പാസ്റ്റർമാർ കുറയുന്നു, സഭകളിൽ ശുശ്രൂഷിക്കാൻ ആളില്ലാത്തൊരു പരിതസ്ഥിതി വരുന്നു. ഇതിനെ ഗൗരവത്തോടെ കാണണ്ടേ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ ആളില്ലാതെ വരുന്നു. ഇത് ഗൗരവത്തോടെ കാണണ്ടേ? നമുക്ക് ആവശ്യത്തിന് സഭകളിലേക്ക് അയക്കാൻ ശുശ്രൂഷകന്മാരില്ലാത്ത ഒരവസ്ഥ വരുന്നു. ഇതിനെതിരെ ഉണരേണ്ടതുണ്ട്, ജാഗരിക്കേണ്ടതുണ്ട്, ഏറ്റവും കുറഞ്ഞ പക്ഷം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സ്തോത്രം. നന്നായി പ്രാർത്ഥിച്ചാൽ ദൈവം വലിയവ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആരുടെയും കുഴപ്പമില്ല. നമ്മുടെ വീടുകളിൽ ഇന്ന് 2 കുഞ്ഞുങ്ങളാണ് കഷ്ടിച്ചുള്ളത്. ഞാൻ 5 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. കർത്താവ് എനിക്ക് 3 മക്കളെ തന്നു. എനിക്ക് 3 മക്കളുണ്ട് എന്ന് പറയുമ്പോഴേ കേൾക്കുന്നവർക്ക് ഏതോ നിലവാരം കുറഞ്ഞ ഒരാളായിട്ടാണ് എന്നെ കാണുന്നത്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നത് 5 മക്കൾക്ക് വേണ്ടിയായിരുന്നു. 5 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള കാരണമുണ്ട്. ഞാൻ വിവാഹം നടത്തുന്ന ഇടത്തും ഈ സഹോദരങ്ങളോട് പറയും, നിങ്ങൾക്ക് സന്താന പരമ്പരകളുണ്ടാകണം, 4-5 മക്കളുണ്ടാകണം. 5 തന്നെ കുറവാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസികൾക്ക് വിപരീതമാകും ഞാൻ ഈ പറയുന്നത്. കാരണം സർക്കാർ ഒരു വലിയ നിയമം, 2 മക്കളിലൊക്കെ കൂടുതലുള്ളവർക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടൂല എന്ന് പറഞ്ഞൊരു നടപടി കൊണ്ടുവന്നു. അപ്പോൾ ആ കണക്കനുസരിച്ചാണെങ്കിൽ എനിക്ക് റേഷനൊന്നും കിട്ടാൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ തന്നെ ഈ 2 രൂപയ്ക്ക് അരി വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പുള്ള ഒരാളല്ല. അരിക്കൊരു വിലയും നിലയൊക്കെയുണ്ട്, അത് കളയാൻ പാടില്ല. അതുകൊണ്ടാണ് മദ്യപാനികൾ കൂടുതൽ നമ്മുടെ രാജ്യത്തിലുണ്ടായത്. അവർ വെള്ളം അടിച്ചിട്ട് അവസാനം ഈ കുപ്പി 2 രൂപയ്ക്ക് വിൽക്കും. പ്ലാസ്റ്റിക് കുപ്പിയല്ലേ, അതിന് 2 രൂപ കിട്ടും. അതിന് അരി വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ അരി അതിനോട് ബഹുമാനമൊക്കെ പുലർത്തേണ്ടതെന്നാണ്, അന്നമല്ലേ, അതിൻ്റെ വില ഇത്ര താക്കേണ്ടതായിരുന്നു. തീരെ ഇല്ലാത്തവർക്ക് സൗജന്യം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ 2 ഏതായാലും എനിക്ക് ഇനി സൗജന്യം കിട്ടുമെന്നൊക്കെ അറിയില്ല. അന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു പഠനം നടത്തുന്ന ആൾ അന്തരിച്ച കൃഷ്ണയ്യരായിരുന്നു, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അദ്ദേഹമാണ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. മക്കൾ 2 മതി, 1 തന്നെ ധാരാളം, 2 ഉണ്ടെങ്കിലും പോക്കോട്ടെ, ക്ഷമിക്കും, ഇങ്ങനെ ആയിരുന്നു. ഈ നിയമാവലി കൊണ്ടുവന്ന കൃഷ്ണയ്യരുടെ വീട്ടിൽ 5-6 കുട്ടികളുണ്ട്, അതും മറ്റൊരു സത്യം. അപ്പോൾ ഞാൻ ആ ഇടയ്ക്ക് ഒരു ലേഖനം എഴുതി. ഈ വാഹനങ്ങളുടെയൊക്കെ പിന്നിൽ ഒരു ഇൻഫർമേഷൻ കാണും. അത് മറ്റൊന്നുമില്ല, സ്പീഡ് ലിമിറ്റ് ഇൻ ടൗൺ 35 കിലോമീറ്റേഴ്സ്. ടൗണിൽ കൂടി 35 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ വണ്ടി പോകാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത് എവിടെ എഴുതിയിട്ടുള്ളത്? മറ്റൊരു വണ്ടിയുടെ പിറകിലാണ്. ആ വണ്ടിയിലെ ഡ്രൈവർക്ക് ഇത് വായിക്കാൻ യാതൊരു ഓപ്ഷനും ഇല്ല. അല്ലെ അയാൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്ന് വായിക്കണം. ഇത് ആർക്ക് വേണ്ടിയാ? തൊട്ട് പിന്നാലെ പോകുന്ന വണ്ടിയിലെ ഡ്രൈവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അയാൾ ഇത് വായിച്ചിട്ട് സ്പീഡ് കുറച്ച് വരണം, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകും. ഇതൊക്കെയാണ് ഈ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത. അവർക്കൊക്കെ മക്കൾ ഇഷ്ടം പോലുണ്ട്, ജീവിത സുഖങ്ങളുണ്ട്, പിന്നാലെ വരുന്നവർക്ക് അതൊന്നും പാടില്ല. ആട്ടെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു സുവിശേഷകന് ലഭിക്കത്തക്ക വിധം ഇനി വരുന്ന തലമുറയ്ക്ക് മക്കളുണ്ടാകണം. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? പ്രൈസ് അല്ലാഹ്. നിങ്ങൾക്കൊരു ആനന്ദം കാണുന്നില്ല. പ്രൈസ് അല്ലാഹ്. അപ്പോൾ നിങ്ങൾ തോന്നും അങ്ങനെയൊക്കെ ഒത്തിരി കുട്ടികളുണ്ടെങ്കിൽ. ഞങ്ങൾ 5 പേരാണ്, ഞാൻ ഏറ്റവും ഇളയ ആളാണ്. ഞങ്ങൾ 5 ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഞങ്ങളുടെ മക്കളുടെ മക്കളൊക്കെ കൂടുമ്പോൾ നാട്ടിലിത് വലിയൊരു ശക്തിയാണ്. മറ്റത്യാവശ്യം കാര്യങ്ങൾ വന്നാൽ അത് പല ഗുണങ്ങളാണ്. ഒരാൾ സാമ്പത്തികമായിട്ട് അല്പം വീക്കായെന്ന് കണ്ടാൽ ബാക്കി ആളുകൾ ഒരുമിച്ച് കൂടും, മൂത്ത ജ്യേഷ്ഠനെ സഹായിക്കും. അങ്ങനെയൊക്കെ ഉള്ള വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഈ കൂടെ ഒരാൾ പാളിപ്പോയാൽ അത് വേറെ ഗതികേടാണല്ലേ. അപ്പോൾ പ്രാർത്ഥനയോടെ നമ്മുടെ സമൂഹത്തിലൊക്കെ മക്കൾ കൂടുതലുണ്ടാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്കിത് കേട്ടിട്ടൊരു സന്തോഷവും വരുന്നില്ല. മക്കളുണ്ടാകട്ടെ, മക്കൾ യഹോവ തരുന്ന ദാനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ കഴിയും? നമ്മളൊക്കെ കഴിഞ്ഞില്ലേ? അതുപോലെ അവർക്കും ദൈവം തത്സമയത്ത് വഴിയൊരുക്കുന്നു. മാത്രമല്ല, അങ്ങനെയുള്ള നീതിമാന്മാരുടെ മക്കളൊന്നും അലഞ്ഞു തിരിയാൻ ദൈവം ഇതുവരെ ഇടയാക്കിയിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി അത് പോകട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി മക്കളുള്ളത് അവിടെ നിൽക്കട്ടെ, 2, 3, 1 ഒക്കെ ഉള്ളതെന്ന് കുട്ടിക്കോ. ഈ മക്കൾ സുവിശേഷ വിലയ്ക്ക് ഞാൻ തരാൻ നിങ്ങൾ പറഞ്ഞാൽ
അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം, വലിയ പ്രയാസമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ഇഷ്ടമുണ്ടോ? ജോലി എന്തു ആയിക്കൊള്ളട്ടെ, ആ ജോലിയുടെ കൂടെയോ അല്ലാതെയോ ദൈവം വിളിക്കുന്ന വിളി പോലെ എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം, അങ്ങനെ ആഗ്രഹമുള്ള മക്കളുണ്ടോ? അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾ സുവിശേഷം പ്രസംഗിക്കാൻ. സ്തോത്രം. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് നല്ല ഡോക്ടറാകാനോ എൻജിനീയറാകാനോ ഒന്നും മാത്രമായിട്ട് ചുരുങ്ങണ്ട. പ്രാർത്ഥിക്കണം അവർ ഡോക്ടറാകട്ടെ, എൻജിനീയറാകട്ടെ, IAS-കാരാകട്ടെ, IPS-കാരാകട്ടെ, ഒപ്പം അവർ യേശുവിനെ പ്രസംഗിക്കണം, യേശുവിൻ്റെ സാക്ഷിയാകണം. ഇത് രണ്ടും ഒരുപോലെ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് എന്തൊരു വിടുതലാണ് നമ്മുടെ സമൂഹത്തെ കാത്തിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒത്തിരി കുഞ്ഞുങ്ങളിരിക്കുന്നു, ആൺകുട്ടികൾ, പെൺകുട്ടികൾ. തിരിഞ്ഞു പോയി പറഞ്ഞല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുമെന്നറിയുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ച് അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങോട്ടിരുന്ന ആ ചങ്ങാതിമാർ, ഇങ്ങോട്ട് നിന്നെ IAS ആക്കുന്ന കാര്യം അങ്കിൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ഗോഷ്ഠി കാണിക്കുക. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നിന്നെയൊക്കെ ഡോക്ടറാക്കണമെന്ന് അങ്കിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുമ്മാ രോഗിയായിട്ട് പോകില്ല. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നേ. ഇങ്ങോട്ട് ഡോക്ടറാകാനോ ഇഷ്ടം, രോഗിയാകാനാണ്. ഈ കള്ളനും പോലീസും കളിക്കുമ്പോൾ കള്ളനാകാനാണ് പിള്ളേർക്ക് ഇഷ്ടം. അങ്ങനെ ചെയ്യരുത്. പോലീസാകണം, സ്റ്റെതസ്കോപ്പ് തൂക്കി ഡോക്ടറാകണം, നേഴ്സാകണം, എൻജിനീയറാകണം, അഡ്വക്കേറ്റ്സ് ആകണം, ആ കൂടെ യേശുവിനെ പ്രസംഗിക്കണം. സന്തോഷമുണ്ടോ? ഇല്ല, ശ്രദ്ധിച്ചിരി. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഉഴപ്പ് ഇവിടെ പറ്റുകയില്ല ഒരു കാരണവശാലും. എൻ്റെ യോഗത്തിൽ വന്നിട്ടുള്ള ആൾക്കാർക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രദർ ഷനിലിൻ്റെ ഒക്കെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞുതരും. കുട്ടികൾ ഈ സമയത്തിരുന്ന് എന്തെങ്കിലും വിക്രിയകൾ കാണിച്ചാൽ ഈ അങ്കിള് അവരെ നോട്ടമിട്ട് വെക്കുന്നതും ഈ യോഗം കഴിയുമ്പോൾ അവർക്കുള്ള ശിക്ഷ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഇത് തല്ലും പിടിയൊന്നുമല്ല, ചെവിക്ക് പിടിക്കുകയോ ഫൈനടിക്കുകയോ ഒന്നുമല്ല. എന്താ ശിക്ഷയെന്നറിയണ്ടേ? കൂടുതൽ ഉഴപ്പുന്ന ആളിനെ കൊണ്ട് ഇതുപോലെ ഉഴപ്പുന്ന ഒരാൾ ഇപ്പുറത്ത് കാണും, അവരെ കല്യാണം നടത്തും. ഒരു സന്തോഷം ചിലരുടെ മുഖത്ത് വരുന്നുണ്ട്. അത് കണ്ട് ഉഴപ്പാനാ പ്ലാനെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണത് ശിക്ഷയെന്ന് പറയാൻ കാരണം? ജീവപര്യന്തക്കത്തേക്കാൾ ചിലപ്പോൾ ഇതങ്ങ് ഏറ്റുപോകും. അതുകൊണ്ട് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ശിക്ഷ മോനെ കിട്ടാനില്ല. ശ്രദ്ധിച്ചിരി. ജീവപര്യന്തം എന്തിനാ? തടവെന്തിനാ? ചിലത് ഏറ്റാൽ ഏറ്റതാണ്. അതുകൊണ്ട് പറഞ്ഞാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. വിക്രിയ കാണിച്ച് എനിക്ക് മനസ്സിലാകും നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള അടവാണ്, അതെനിക്ക് മനസ്സിലാവും. കണ്ടല്ലോ, അങ്ങോട്ട് നോക്കല്ലേ, തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഇങ്ങോട്ട് അങ്കിളിനെ മാത്രം നോക്കിക്കോ, മക്കൾ അങ്കിളിനെ മാത്രം. ശ്രദ്ധിച്ചിരി. അപ്പം നമുക്ക് വചനത്തിലേക്ക് പോയാലോ? സന്തോഷമല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായിച്ചത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. ആ വചനം ഇങ്ങനെയാണ്: അന്ത്യോക്യയിലെ സഭ, ചേർച്ച് അറ്റ് ആൻറ്റിയോക്ക്. ചരിത്രത്തിൽ അന്ത്യോക്യ എന്ന് പേരുള്ള 2 സ്ഥലങ്ങളുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളൊരു അന്ത്യോക്യ എടുത്താൽ മതി. അത് സിറിയയിലെ അന്ത്യോക്യയാണ്. ഇനി പിസിദിയായിലെ അന്ത്യോക്യ എന്ന മറ്റൊരു സ്ഥലമുണ്ട്. അത് നമ്മുടെ പരാമർശ വിഷയമല്ല. ഇത് സിറിയൻ ആൻറ്റിയോക്ക്. ചരിത്രപ്രസിദ്ധമായ ഒറോണ്ടസ് നദിയിൽ നിന്ന് 13 മൈൽ അകലെയായി വളരെ പ്രസിദ്ധമായ ഒരു നഗരം. ഈ നഗരം കർത്താവായ യേശുക്രിസ്തുവിന് 300 വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടറുടെ പിൻഗാമികളായി ലോകത്ത് വന്ന സെലൂക്കസ് ഭരണാധികാരികളുടേതായിരുന്നു. ഈ സ്ഥലം അന്നും ഇന്നും പ്രസിദ്ധമാണ്. ഈ സിറിയയിലെ അന്ത്യോക്യ പ്രസിദ്ധമാകാൻ കാരണം അവിടെ ഭരിച്ച ഒരു രാജവംശത്തിൽ നിന്നാണ്. ആ രാജവംശത്തിൻ്റെ പേര് അന്ത്യോക്കസ് എന്നായിരുന്നു. അന്ത്യോക്കസ് രാജവംശം. അന്ത്യോക്കസ് 1, 2, 3, 4 എന്നിങ്ങനെ ഈ രാജാക്കന്മാർക്ക് സ്ഥാനപ്പേരുണ്ടായിരുന്നു. അതിൽ നമ്മൾ പരാമർശിക്കുന്ന ആൻറ്റിയോക്കസിന് 4-മൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആൻറ്റിയോക്കസ് 4-മൻ. ഇവരുടെ കുടുംബ പേരിനാൽ ഈ നാടിന് അന്ത്യോക്യ എന്നു പേരായി. ഇയാളെക്കുറിച്ചൊരല്പ കാര്യങ്ങൾ ഗ്രഹിച്ചെങ്കിലേ ഈ സ്ഥലത്തിൻ്റെ പ്രസക്തി
നിങ്ങൾക്ക് ബോധ്യം വരികയുള്ളൂ. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനും 300 കൊല്ലങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന രാജവംശത്തിൻ്റെ പിൽക്കാല കണ്ണിയായി അന്ത്യോക്കസ് 4 ഭരണം നടത്തുന്നത് യേശുക്രിസ്തുവിനും 175 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 9 വർഷങ്ങൾ അദ്ദേഹം ഭരിച്ചു, അല്ലെങ്കിൽ 10 വർഷം. ആ 10 വർഷ കാലഘട്ടം കൊണ്ട് തൊട്ടടുത്ത് കിടന്ന ഈജിപ്റ്റ് ടോളമിമാരുടെ പക്കൽ നിന്ന് അദ്ദേഹം പിടിച്ചടക്കി. അടുത്ത് കിടക്കുന്ന ജെറൂസലേമിലേക്ക് അദ്ദേഹം പടനയിച്ചു. ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു. ശമരിയ മുതലായ മേഖലകളും യഹൂദ്യ മുതലായ മേഖലകളും അന്ത്യോക്കസ് പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്ത അന്ത്യോക്കസിൻ്റെ മുഴുവൻ പേര് രസാവഹമായിരുന്നു. നല്ലൊരു പേരാണ്. അയാളുടെ മുഴുവൻ പേര് ഞാൻ പറയാം. അന്ത്യോക്കസ് എപ്പിഫാനസ് എന്നായിരുന്നു. അന്ത്യോക്കസ് എപ്പിഫാനസ്. അന്ത്യോക്കസ് എപ്പിഫാനസ് എന്നറിയപ്പെടുന്ന ഈ മനുഷ്യൻ, ആ പേരിൻ്റെ അർത്ഥം രസകരമാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നല്ല പേര്. പക്ഷെ അയാളുടെ കയ്യിലിരിപ്പ് കണ്ട് ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഭ്രാന്തൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത്ര ഭ്രാന്തവും നീചവും നിന്ദ്യവുമായ നിലയിൽ അദ്ദേഹം ആ പരിസരങ്ങളെ മുഴുവൻ തൻ്റെ കാൽക്കീഴാക്കുകയും ക്രൂരമായ അടിമത്തം അടിച്ചേൽപ്പിക്കുകയും സമ്പത്ത് കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നേറി. ആ മുന്നേറ്റങ്ങൾക്കൊടുവിൽ അദ്ദേഹം വന്നടഞ്ഞ സ്ഥലം നമ്മുടെ ജെറുസലേം ആയിരുന്നു. ആ ജെറുസലേം അദ്ദേഹം തൻ്റെ കാൽക്കീഴാക്കി. യഹൂദിയായുടെ മിക്കവാറും ഗ്രാമങ്ങളെ മുഴുവൻ തൻ്റെ കാൽക്കീഴാക്കി. യേശുക്രിസ്തുവിനും 175 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ മുഴുവൻ കാൽക്കീഴാക്കിയ അന്ത്യോക്കസ് അടുത്ത ഘട്ടം ജെറുസലേം എന്ന മഹാനഗരത്തിലെ ദേവാലയം നിലനിൽക്കുന്ന ഇടത്തേക്ക് പടയോട്ടം നയിച്ചു. ആ പടപ്പുറപ്പാടിൽ ചെറുത്തു നിൽക്കാൻ പാകത്തിന് യഹൂദന്മാരുടെ പട്ടാളം ഒന്നും അത്ര സജ്ജമായിരുന്നില്ല. അവർക്ക് അദ്ദേഹത്തോട് പിടിച്ചു നിൽക്കാൻ വേണ്ട ശേഷി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജെറുസലേം ദേവാലയവും കാൽക്കീഴിലാക്കി. ചെറുത്തു നിൽക്കേണ്ടതിന് പകരം അവിടെ ഉണ്ടായിരുന്ന ലേവ്യ പുരോഹിതന്മാർ പലരും അദ്ദേഹത്തിന് മുമ്പിൽ തലകുന്നിച്ച് കീഴടങ്ങി ഇദ്ദേഹത്തിൻ്റെ വിനീത വിധേയരായി മാറി. പ്രമാണമുള്ള ലേവ്യ പുരോഹിതന്മാർ പഴയ നിയമം നന്നായി പഠിച്ച ന്യായപ്രമാണത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള, അതിനോട് പ്രതിപത്തി പുലർത്തേണ്ട ഇവരാരും തന്നെ കൃത്യതയാർന്നൊരു നിലപാടെടുക്കാതെ ആന്ത്യോക്കസിന്റെ ഇരുവായ്ത്തല മുറിച്ചുള്ള വാളിനെയും അദ്ദേഹത്തിന്റെ വാക്കിനെയും ആജ്ഞാശക്തിയെയും ഭയന്നുകൊണ്ട് അദ്ദേഹത്തിന് കീഴടങ്ങിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ആന്ത്യോക്കസ് ഏറ്റവും മ്ലേച്ഛമായ ചില പ്രവൃത്തികൾ ദേവാലയത്തിൽ ചെയ്തു. ഈ ദേവാലയം ലോകത്തിലെ സകല ദേവാലയങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. ആ ദേവാലയത്തിൻ്റെ പ്രസക്തി എനിക്ക് നിങ്ങൾക്കും അറിവുള്ളതാണ്. എന്താണ് അതിൻ്റെ പ്രസക്തി? ലോകത്ത് ഏകസത്യ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ചരിത്രത്തിൽ ആദ്യം സ്ഥാപിതമായ ഒരു ദേവാലയമായിരുന്നു അത്. നെബൂഖദ്നേസർ ഇടിച്ചു പൊളിച്ചതും മറ്റുമായ സംഭവങ്ങൾ നിൽക്ക ചെയ്ത് സെരുബ്ബാബേൽ പുതുക്കിപ്പണതും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം വസ്തുതയാണ്, അതായിരുന്നു ചരിത്രത്തിൽ ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത പടുത്തുയർത്തിയ ഭൂമിയിലെ ഒരു ദേവാലയം. ആ ദേവാലയത്തിലേക്ക് ഇന്നിരമ്പിക്കയറിയ ഈ ജാതീയ രാജാവ് എന്തൊക്കെ ചെയ്തു? ഗ്രീക്കുകാർ ആരാധിച്ചു പോരുന്ന വ്യത്യസ്ത പ്രതിമകൾ ഈ ദേവാലയത്തിനുള്ളിൽ കൊണ്ടുവന്നു വച്ചു. റോമക്കാരുടെ നിരവധി പാഗൻ ദൈവദേവ സങ്കല്പങ്ങളെ അതിനുള്ളിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ബീവത്സവും ക്രൂരവുമായ നിരവധി രൂപങ്ങൾ അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചു. മ്ലേച്ഛമായ അനവധി രൂപങ്ങൾ അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചു. സൗന്ദര്യത്തിന്റെ ദേവതയുടെ ശില്പം പ്രതിഷ്ഠിച്ചു. സംജാതമാകുമ്പോൾ ഭക്തന് ഒരു നിലപാടുണ്ടായിരിക്കണം, ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അങ്ങനെ ഇവിടെയുള്ള ആളുകളൊക്കെ മലീമസമായ ഈ ആരാധനയുടെ വഴിയിലൂടെ പോയി. മനുഷ്യർ, ജനസാമാന്യങ്ങൾ ദുഃഖിച്ചു. അവർ ആരാധനയ്ക്ക് വരാതായി. എന്ത് കാണാനാ ആരാധനയ്ക്ക് പോകുന്നത്? എന്താ അവിടെ ചൊല്ലുമ്പോൾ കിട്ടുന്നത്? ഞാനും നിങ്ങളും എന്തിനാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്? അവിടെ നമുക്ക് കിട്ടിയതെന്താ? അവിടെ ലഭിക്കുന്ന പണം, അവിടെ ലഭിക്കുന്ന ഭക്ഷണം, അവിടെ ലഭിക്കുന്ന പാരിതോഷികം, ഇതൊന്നുമല്ലായിരുന്നു വിഷയം. അവിടെ ചെന്ന പലർക്കും നിന്ന കിട്ടിയിട്ടുണ്ട്, അവിടെ പോയതിൻ്റെ പേരിൽ ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പൂർവികർ അന്നും ഈ തിരുവെടുത്ത് നെഞ്ചെറ്റിക്കൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായില്ല. കാലമേറെ കഴിയും മുമ്പ് തലമുറകളെ മാനിച്ച
ഒരു മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ആരാധനയുടെ ശക്തിയും ചൈതന്യവും നിലനിൽക്കുന്നത് ആലയത്തിന്റെ മഹിമയിലല്ല, കെട്ടിപ്പൊക്കിയ സ്വർണ്ണ നിർമ്മിതങ്ങളായ വസ്തുക്കളുടെ വിലയിലല്ല, മറിച്ച് അവിടെ വ്യാപരിക്കുന്ന ദൈവ തേജസ്സാണ് ആലയത്തെ അനുഗ്രഹപ്രദമാക്കി തീർക്കുന്നത്. തേജസ് നഷ്ടപ്പെട്ടു, ദൈവകൃപ നഷ്ടപ്പെട്ടു, ദൈവ ആലോചന നഷ്ടപ്പെട്ടു, ദൈവകൃപ നഷ്ടപ്പെട്ടു, എങ്ങും അന്ധത വ്യാപിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഇതാ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് പേരുള്ള നിലയിൽ ഒരു ഭ്രാന്തൻ ആലയത്തിൽ കൂടി തലങ്ങും വിലങ്ങും നടക്കുന്നു, ആലയ അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കുന്നു. ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറയണം, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, നിന്നിലൂടെയാണ് ഞങ്ങളുടെ രക്ഷ എന്ന് പറയാൻ പാവങ്ങൾ നിർബന്ധിതരായപ്പോൾ അവർ അങ്ങനെ പറയുന്നില്ലെങ്കിൽ തലയെറുത്തു മാറ്റുമെന്ന് വരുമ്പോഴും തലകറുത്തു മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഇല്ലായ്മ ചെയ്യുന്നെങ്കിൽ ഇല്ലായ്മ ചെയ്യട്ടെ എന്നോർത്ത് മാറി നിന്ന ഒരുപറ്റം ആളുകൾ അന്നുമുണ്ടായിരുന്നു. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവരായി സത്യവചനത്തിന് വേണ്ടി നിലപാടെടുക്കാൻ കഴിയുന്ന ഒരുപറ്റം ആളുകളിലാണ് ദൈവത്തിന്റെ ശക്തി നിലനിൽക്കുന്നതെങ്കിൽ നീ ഒറ്റപ്പെടേണ്ടി വന്നാലും ഭക്തനൊരു കാര്യം ഉറപ്പിച്ചുകൊള്ളണം, നീതി എന്റെ പക്ഷത്താണ്, സത്യം എന്റെ പക്ഷത്താണ്, ദൈവം എന്റെ പക്ഷത്താണ്, ആത്യന്തിക വിജയം എന്റെ പക്ഷത്താണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം നടന്നു. എന്താ അത്? ഇവിടേക്ക് ഒരു കുടുംബം, ലേവി ഗോത്രക്കാരായ പുരോഹിത കുടുംബത്തിൽപ്പെട്ട ഒരു പറ്റം ആളുകൾ അങ്ങോട്ട് വന്നു. ആ കുടുംബപ്പേര് ഹസ്മോണിയൻസ് എന്നായിരുന്നു. വളരെ വലിയൊരു ചരിത്രമായതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം, നിങ്ങൾക്കെളുപ്പം മനസ്സിലാകുന്ന വിധത്തിലാണത് പറയുന്നത്. ഇവരുടെ കുടുംബമായി വിളിച്ചൊരു സ്ഥാനപ്പേരുണ്ടായിരുന്നു, മക്കാബിയന്മാർ. പേരിനൊടുവിൽ മക്കാബിയർ എന്ന് കാണും. ഇതിൽ സൈമൺ മക്കാബിയോസ് എന്നു പേരായ ഒരപ്പൻ, അയാൾക്ക് 4-5 മക്കൾ. അതിലൊരുത്തൻ്റെ പേര് നിങ്ങൾ ഓർക്കും, യൂദാസ് മക്കാബിയോസ്. യൂദ എന്ന് ഓർക്കുമല്ലോ, മക്കാബിയോസ് എന്നോട് ഓർക്കൂ. ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, യൂദ എന്ന് ഓർത്താൽ മതി. യൂദാസ് മക്കാബിയോസ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനും അപ്പനും സഹോദരങ്ങളുമെല്ലാം ഈ ആലയത്തിലേക്ക് ഒരു ദിവസം ചിലത് നിശ്ചയിച്ചുറപ്പിച്ചു വന്നു. അവരകത്തേക്ക് കയറി. സാഗൂതം അവരെ മറ്റാളുകൾ നോക്കി നിൽക്കെ അങ്ങുമിങ്ങും മുഴങ്ങിക്കേൾക്കുന്ന തെറ്റായ ആരാധനയുടെ ശബ്ദങ്ങളും മന്ത്രോച്ചാരണങ്ങളും അവരുടെ കാതുകളിലും വന്നല്ലച്ചു. ദാ ഒന്നാമത് നിൽക്കുന്നു അപ്പോളോ ദേവൻ്റെ ഒരു ശില്പം, ഒരു നഗ്നപ്രതിമ. അതിനെ യൂദാസ് മക്കാബിയോസ് തൻ്റെ കാലുകൊണ്ട് ചവിട്ടി താഴെയിട്ടു. അടുത്ത ഘട്ടം താ നിൽക്കുന്നു സൗന്ദര്യദേവതയുടെ ശില്പം, അതിനകത്ത് പ്രതിഷ്ഠിച്ചത് ചവിട്ടി താഴെയിട്ടു. അങ്ങനെ ഓരോന്നിനെ തകർത്ത് വരുമ്പോൾ ആണ്ടിലൊരിക്കൽ മാത്രം അഹരോൻ കടന്നുപോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ മഹാപുരോഹിതൻ കിടക്കുന്ന അന്തർമന്ദിരത്തിനകത്തൊരുവനിരിക്കുന്നു. വേറെ ആരുമല്ല, ആൻറ്റിയോക്കസ് എപ്പിഫാനസ് ദ കിങ്. മക്കാബിയോസ് വിട്ടില്ല, ഉടവാൾ വലിച്ചുഞ്ഞൂരി ആഞ്ഞു വെട്ടി. പലതവണ വെട്ട് തലങ്ങും വിലങ്ങും വരുമ്പോൾ ചെറുത്തു നിൽക്കാനാവാതെ രാജാവ് കുഴങ്ങി. ഒടുക്കം കിട്ടിയ ജനാലയുടെ വാതിലിലൂടെ പുറത്തിയാടി ആൾ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ വരണ്ടവൻ വന്നാൽ ഓടേണ്ടവൻ ഓടും. ഓടി, പിള്ളേർ പറയില്ല, കണ്ടം വഴി ഓടി, അതായിരുന്നു സത്യം. അവൻ ഓടിപ്പോയി. ആ രാജവംശം ക്ഷയിച്ചു. ഈ പയ്യൻ ആലയം പിടിച്ചു, ആലയം കഴുകി വെടിപ്പാക്കി, ക്രൂരബിംബങ്ങളെ കൊണ്ട് ചുട്ടുകളഞ്ഞു, ഏകസത്യ ദൈവ ആരാധന പുനഃസ്ഥാപിച്ചു. ഇതാ മക്കാബിയ ലഹള എന്ന് ചരിത്രത്തിൽ പറയുന്നതിൻ്റെ ഒരു ഭാഗം. ആൾ കേട്ടുണ്ടാകും, മക്കാബിയ ലഹള. മക്കാബിയന്മാർ ആക്രമണം നടത്തിക്കൊണ്ട് ദേവാലയം തങ്ങളുടെ കാൽക്കീഴിൽ തിരിച്ചു പിടിച്ചു. ആ ചരിത്രം ഒരല്പം കൂടെ മുമ്പോട്ട് പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിൽ വരാം. സന്തോഷമുണ്ടോ? എന്നോടൊരാൾ ചോദിച്ചു, ഇതൊക്കെ എന്തിനാ ഈ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? ഞാൻ പിന്നെ ഇത് ഭാര്യയോട് പറയാനൊക്കോ? രാവിലെ ചായം കൊണ്ട് വരുമ്പോൾ മക്കാബി ലഹള അവളോട് പറഞ്ഞാൽ അവിടെ വേറെ ലഹള ഉണ്ടാകത്തില്ലേ? ഇത് പിന്നെ എവിടെ പറയുന്നത്? ഇത് മനുഷ്യൻ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യം ഇത് മനുഷ്യരോടല്ല, അതെവിടെ പറയണ്ടേ? ശ്രദ്ധിച്ചിരിക്കണം.
വളരെ ഏകാഗ്രത കൊടുത്തിരിക്കണം. ഇപ്പോൾ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാം. മക്കാബിന്മാരെ അടിച്ച് തെറിപ്പിച്ചു, ദേവാലയം കാൽക്കീഴാക്കി, കഴുകി വെടിപ്പാക്കി, ഒരു പുരോഹിതനെയാക്കി, ആരാധന ഒന്നുകൂടി ശക്തിപ്പെട്ടു. കൊള്ളാം. പക്ഷെ അത് വേറൊരു പരാജയത്തിലേക്ക് പോകായിരുന്നു. നമ്മുടെ പയ്യനുണ്ടല്ലോ, യൂദാസ് മക്കാബിയൂസ്. ആളുകൾ കെട്ടപാടെ പറയാൻ തുടങ്ങി, സൈമൺ മക്കാബിയോസിന്റെ കുലത്തിലൊരു ധീര സമര പോരാളിയുണ്ട്, ഒരു കരുത്തൻ, ഒരു ശക്തൻ. ഇതിനുശേഷം എല്ലാ കുടുംബത്തിലെയും കുട്ടികൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി, ഞാൻ യൂദാസ് ആണെന്ന്. അന്ന് നല്ല വിലയുള്ള പേരാണ്. ഇന്ന് സച്ചിൻ എന്നൊക്കെ പിള്ളേർ പറയുന്നല്ലേ. അതിനെ യേശുവിൻ്റെ ശിഷ്യന്മാർ 2 പേർക്കെങ്കിലും യൂദ എന്ന പേരുണ്ടായിരുന്നു. യൂദ, എങ്ങോട്ട് തിരിഞ്ഞാലും യൂദ. യേശുവിൻ്റെ ഒരു ബ്രദറിൻ്റെ പേര് യൂദ എന്നായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ യൂദ എന്ന പേര് അങ്ങ് കോമണായി. എല്ലായിടത്തും യൂദ, എങ്ങോട്ട് തിരിഞ്ഞാലും യൂദ എന്ന പേര്. കാരണം ഇവനായിരുന്നു പ്രചോദനം. ഈ കരുത്തൻ്റെ പേരിനാൽ യൂദ എന്ന പേര് സർവ്വസാധാരണമായി. ധീരതയുടെ പര്യായമായി പേര് മാറി. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ചില ആളുകൾ ഒരു പടി കൂടി മുമ്പോട്ട് വന്നിട്ട് ഇവനിൽ ഇല്ലാത്ത ചില കൃപകൾ ഉണ്ട് എന്ന് പറയാൻ തുടങ്ങി. ഇയാളൊരു കരുത്തൻ, ശക്തൻ, നല്ല പ്രഭാഷകൻ, മിടുമിടുക്കൻ, ധീരൻ. ചില പറയാൻ തുടങ്ങി അതല്ല, അതിനപ്പുറത്തൊന്ന് ശ്രദ്ധിച്ച് അവനിൽ അനിയന്ത്രിതമായൊരു ദൈവകൃപയുണ്ട്. കുഴപ്പമില്ല. വീണ്ടും പറയാൻ തുടങ്ങി, ശ്രദ്ധിച്ചു നോക്ക്, ഇവൻ ഈ ആലയം കരുത്തനായ ആന്റിയോക്കസിന്റെ പക്കൽ നിന്ന് പിടിച്ചു വാങ്ങിയെങ്കിൽ യവൻ ആരായിരിക്കും? സാക്ഷാൽ നമ്മളെ രക്ഷിക്കുന്ന ദൈവത്താൽ അയക്കപ്പെട്ട വാഗ്ദത്ത മശിഹ ഇവനല്ലെന്നാര് കണ്ടു? എങ്ങനെയുണ്ട്? ഇതാണ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടായാൽ ഉള്ള പ്രശ്നം. പ്രസംഗരുടെ പിന്നാലെ പോകരുത്, പാട്ടുകാരൻ്റെ പിന്നാലെ പോകരുത്, നേതാവിൻ്റെ പിന്നാലെ പോകരുത്. നമുക്ക് അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരുവനെ ലോകത്തുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചെറുക്കൻ വഷളായി, ഈ ചെറുക്കൻ വല്ലതായി, അവന് വലിയ ഡിമാൻഡായി. ഒടുക്കം ഇവൻ്റെ ആഗ്രഹത്താലായതല്ലത്. അവൻ തന്നെ പറയാൻ തുടങ്ങി, അതിപ്പം നാട്ടുകാരനെ എങ്ങനെ കാണുകയാണെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയാൻ നോക്കുമോ? അവൻ മശിഹയായി. അവനെ മശിഹ എന്ന് കാണാൻ തുടങ്ങി. തീർന്നില്ല. അവൻ്റെ ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തോട് ചേർത്ത് ആടിൻ്റെ 2 കൊമ്പുകൾ വരച്ചു ആളുകൾ. കോലാട്ടുകൊറ്റൻ്റെ 2 കൂറ്റൻ കൊമ്പുകൾ വരച്ചു. ഇപ്പോൾ ഒരു പ്രൗഢി. എന്നിട്ട് താഴെ എഴുതി, യൂദാസ് മക്കാബിയോസ്, ദ ചാമ്പ്യൻ ഓഫ് ഓൾമൈറ്റി. യൂദാസ് മക്കാബിയോസ്, സർവശക്തന്റെ കരുത്തുറ്റ ചാമ്പ്യൻ. അങ്ങനെ അവനെ പ്രകീർത്തിക്കുന്ന പാട്ടുകളും ഒക്കെ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. കാലക്രമേണ അവൻ മരിച്ചു. പിന്നെ എവിടെ പോയെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ഇവനെ വർഷിപ്പ് ചെയ്യുന്ന ആളുകൾ വിശ്വസിച്ചു, ഇവനെവിടോ മറഞ്ഞിരിപ്പുണ്ട്. അവൻ ഇഞ്ഞു വരും, ഇരട്ടക്കൊമ്പ് കൊണ്ടുവന്ന് ഗ്രീസിനെയും റോമിനെയും കുത്തിമലർത്തി ഒരു പുത്തൻ രാഷ്ട്രം ഇവിടെ സ്ഥാപിക്കും. ഇവനാണ് മശിഹ. ഇതല്ലെന്ന് പറയേണ്ട ജോലി പ്രമാണം പഠിച്ച പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. അവരെ നേരാം വഴിയിൽ നടത്തേണ്ട പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. അങ്ങനെയല്ല. വാഗ്ദത്ത മശിഹ ജനിക്കുന്നത് സൈമൺ മക്കാബിയോസിന്റെ വീട്ടിൽ യൂദാസ് മക്കാബിയാസായില്ല. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ദാവീദ് കുലത്തിൽ വളരും. അവൻ യഹൂദാ ഗോത്രക്കാരനായിരിക്കും. ലേവി ഗോത്രത്തിൽ നിന്നല്ല രാജാവ് വരേണ്ടത്, അവിടെ പൗരോഹിത്യമാണുള്ളത്. ഇതൊക്കെ വിവരിച്ചു കൊടുക്കേണ്ട പുരോഹിതന്മാർ ആ വഴി പോകാതെ അവർ ഉറങ്ങിയപ്പോൾ, അവർ മയങ്ങിയപ്പോൾ, അവർ കൃത്യനിഷ്ഠ കാണിക്കാതിരുന്നപ്പോൾ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു ശബ്ദം കേട്ടുകൊണ്ട് കാലം തൻ്റെ കാതുകൾ ആ മനുഷ്യന് നേരെ കൂർപ്പിച്ചു. മറ്റാരുമല്ല, ഒരുവൻ മരുഭൂമിയിൽ കേൾപ്പാൻ ആരുമില്ലാത്ത ഇടത്ത്, ജനസഞ്ചയങ്ങൾ തിങ്ങിക്കൂടാത്ത ഒരു സ്ഥലത്ത് അവിചാരിതമായി പ്രസംഗിച്ചപ്പോൾ എല്ലാത്തരം വിലക്കുകളെ ലംഘിച്ചു
ഉപയോഗിച്ചുകൊണ്ട് കാലാവസ്ഥയുടെ പ്രതിസന്ധിയെ മാറ്റിക്കൊണ്ട് ഇതാ ഒരു ജനാവലി വന്ന് അവന്റെ വാക്കുകൾ കേൾക്കാൻ മരുഭൂമിയുടെ ചൊട്ടുപഴുത്ത മണലിൽ നിൽക്കെ ഒരുവൻ ഒറ്റയ്ക്ക് വിളിച്ചു പറയാ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നു. അവൻ ഇതുവഴി കടന്നു വരുന്നുണ്ട്. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു. 175 ആണ്ടുകൾ ജനം ഇരുണ്ട ആഴങ്ങളിൽ കിടന്നപ്പോൾ ആ ഇരുട്ടിൽ നിന്ന് അവരെ യാഥാർത്ഥ്യബോധത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിത്വത്തെക്കുറിച്ച് യോഹന്നാൻ പറയാ, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സത്യത്തിന് സാക്ഷ്യം പറയേണ്ടതിന് അത്രേ വന്നത്. അങ്ങനെ ഉയർത്തപ്പെട്ട സുവിശേഷം ഇന്ന് രാത്രിയും ഇവിടെ ഘോഷിക്കപ്പെടുമ്പോൾ അകത്തും പുറത്തുമിരുന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം ഞങ്ങൾ ഇങ്ങനെ ആവിഷ്കരിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു സന്ദേശം കർത്താവായ യേശു ക്രിസ്തു, ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തു. വീണ്ടും വരുന്നവൻ യേശു ക്രിസ്തു, രാജാതി രാജാവായി തന്റെ മഹിമയോടെ വാഹനമേറുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുക്കാൻ നമുക്കിന്ന് രാത്രി സജ്ജരാകാം. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ സ്നാപകന്റെ ലക്ഷ്യം തന്നെ ജൂദാസ് മക്കാബിയോസിന്റെ ധാരണയെ അട്ടിമറിക്കാൻ വേണ്ടിയായിരുന്നു. അതൊക്കെ പോകട്ടെ, നമുക്ക് മുമ്പോട്ടുള്ള ചരിത്രത്തെ അവിടെ പിടിച്ചു നിർത്തി അല്പം പിന്നോട്ട് പോകണം. അത്യാവശ്യമുണ്ട്. നമ്മളെ ഇവിടെ നിന്നൊരുത്തിനിറങ്ങി ഓടിയ കാര്യം പറഞ്ഞാൽ വന്നേ. അവനെ ഓർക്കുന്നുണ്ടോ? ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞേ. ഇത് ആൾ ദൈവം അയാളുള്ള കുഴപ്പം. ആൾ ദൈവം അയാളുള്ള കുഴപ്പം ഒത്തിരി പ്രശ്നങ്ങളാണ്. അടി വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ല വ്യത്യാസമുണ്ടോ? കൊറോണ വന്നാൽ വല്ല രക്ഷയുണ്ടോ? അവധി കൊടുക്കേണ്ടി വരും പ്രോഗ്രാമുകൾക്ക്. കാരണം എന്താ? നീ സാധാരണ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം, ദൈവമോ ഒരുത്തൻ മാത്രം. സകല പ്രപഞ്ചത്തിനും കാരണഭൂതനായ ദൈവം ഒരുവനാകുന്നു എന്ന പരമപ്രധാന സത്യമാണ് വിശുദ്ധ തിരുവെടുത്ത് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ പോയവൻ തൻ്റെ അനുഗാമികളൊക്കെ കൂടി അവനെ വീണ്ടും പ്രകീർത്തിച്ച് ആ നാട്ടിൽ അവൻ അവസാനിച്ചു. ആ നാടിന് അവൻ്റെ കുടുംബപ്പേരിനാൽ ഒരു പേര് കിട്ടി, അന്ത്യോക്യ. ഇത്രയും പറയാനാ അവിടെ വരെ വന്നേ. അന്ത്യോക്യ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലായോ? അവിടെ ഉള്ളൊരു കേൾക്കാത്ത ലോകമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നേ. പലതരത്തിൽ പല പേരുകളിൽ ഉപദേശ വ്യതിയാനങ്ങളോടെ, കാഴ്ചപ്പാടുകളിൽ വ്യതിയാനങ്ങളോടെ ക്രിസ്ത്യാനിത്വം ലോകത്തുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ക്രിസ്ത്യാനിറ്റി ലോകത്തുണ്ട്. അതിൻ്റെ ആരംഭം കുറിച്ചത് അന്ത്യോക്യ എന്ന ജാതീയനായ ദുരാചാരങ്ങളുടെ കാരണഭൂതനായ ഒരു രാജാവിൻ്റെ നഗരത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. നമ്മൾ വന്ന ഇടം അത്ര സുഖമുള്ള ഇടമായിരുന്നില്ല. പ്രശ്നകലുഷിതമായ മണ്ണിൽ രാജാക്കന്മാരെ ആരാധിക്കുന്ന ആ പേരെങ്ങനെയാണ് കിട്ടിയതെങ്കിൽ ഇവിടെ ഇപ്പോൾ അവിടെ ഒരു സഭ, ആ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന. നമ്മളിപ്പോഴും അങ്ങോട്ട് പോവുകയില്ല. ആലോചിച്ച് നോക്കി. ഇത് പറയുമ്പോൾ ഞാനും ഒരു 10-20 സഭകളുടെ ലീഡറാണ്. ചില ദിവ്യാസന്മാർ വന്ന് എന്നോട് പറയാറുണ്ട്, ദിവ്യാസനെ അവിടെ 5 കുടുംബമേ ഉള്ളൂ, ഞാൻ എന്തോ ചെയ്യും? ഞാൻ തിരിച്ച് പറയാറുണ്ട്, ഞാനെന്തോ ചെയ്യും? എനിക്കൊന്നും അത് മനസ്സിലായിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അവസാനം ഞാനൊരു ഉപാധി വെച്ചു. ഞാൻ വരെ അവിടെയൊക്കെ ട്രാക്റ്റുമൊക്കെ കൊടുത്ത് ഉപവാസമൊക്കെ നടത്തി ഒരു 10-20 കുടുംബത്തെ ആക്കി ബ്രദറിന് തരാം, മതിയോ? അപ്പോൾ അവർക്ക് ആ ട്രോളെന്നാന്ന് മനസ്സിലായി. എൻ്റെ അർത്ഥം എന്തിനാ? എൻ്റെ പൊന്നു ചങ്ങാതി, 5 കുടുംബം പോലും ഇല്ലാതിരിക്കുമ്പോൾ ഒരിക്കൽ ഈ ബൈബിളുമായിട്ട് അതിലെ നടന്നലഞ്ഞൊരു പാവം മനുഷ്യനെ നിനക്ക് ഓർമ്മ വരുമോ? പട്ടിണിക്കതിലെ നടന്ന് യേശുവിനെ പ്രസംഗിച്ചൊരു പാവത്താൻ 10 കൊല്ലം പ്രവർത്തിച്ചിട്ടും ഒരു സ്നാനം നടത്താൻ പോലും കഴിയാതെ കഷ്ടപ്പെട്ട ഒരു സാധു. അയാളുടെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമാണ് ഈ 5 പേരെങ്കിൽ ഫലം കൊയ്യാൻ മാത്രം അങ്ങോട്ട് പോകുന്ന സുവിശേഷ വേലയാണ് ഈ കാലത്തിൻ്റെ ശാപം. മറിച്ച് ഭക്തൻ പറയട്ടെ, 5എങ്കിൽ 5. ഞാൻ ഈ 5നെ കണ്ടല്ല അങ്ങോട്ട് പോകുന്നത്. 5000, 50,000 എണ്ണിയാലൊടുങ്ങാത്തൊരു മഹാജനത്തിന്റെ പ്രവാഹത്തെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് അങ്ങോട്ട് പോകയാ. ഇവിടെ ഒരു ഹാളുണ്ട്, സൗകര്യമുണ്ട്, അല്ലെ സൗകര്യമില്ല, പക്ഷെ ഞാൻ സേവിക്കുന്നവന്റെ ശക്തിയുടെ കരുത്തോടെ ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ സ്ഥിതിഗതികളെ മാറ്റാൻ കഴിയുന്ന വലിയൊരു ശക്തിയുടെ പ്രദർശനമാ എന്നിലുള്ളത്. ആ കൃപയോടെ, ആ ബലത്തോടെ ഞാൻ അവിടേക്ക് പോകും. ഇത്തരം സന്നദ്ധതയുള്ളവരെയാ കർത്താവിന് ഈ കാലത്ത് ആവശ്യമുള്ളത്. അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകും.
അല്ലെങ്കിൽ തകർന്നു പോകും. ഈ കോവിഡ് തെളിയിച്ചിരിക്കുകയാണ് അത്തരം ചില സാധ്യതകളും സാഹചര്യങ്ങളും. ദൈവത്തിന് വേണ്ടുന്നവരെ തിരഞ്ഞെടുക്കാൻ ദൈവത്താൽ വന്ന സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനുശേഷം എത്ര അത്ഭുതക്കാർ വീട്ടിൽ പട്ടുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെല്ലാം അട്ടഹാസങ്ങൾ! കസേരക്കുള്ള അടി, ഓട്ടം, ചാട്ടം, വീഴ്ച, വിശുദ്ധ ചിരി, കൊര. ഇവനൊക്കെ എതിലേ പോയി? ആദ്യമൊക്കെ സെപ്പിഫാനസ് ഓടിയ പോലെ ഇവന്മാർ ഓടി. പതുക്കെ ചൂടടിക്കുമ്പോൾ അണലിയൊക്കെ പതുക്കെ ഇറങ്ങാൻ നോക്കുന്നുണ്ട്. പല രൂപത്തിൽ, പല ഭാവത്തിൽ, നാഗമ്പടം, പുത്തിരിക്കണ്ടം നോക്കണേ. എന്നിട്ടുമുണ്ട് ലജ്ജയില്ലാത്ത ചില എണ്ണം പിന്നെയും പോയിരിക്കുക. ഇവിടെ നിനക്കില്ലാത്ത ഈ അത്ഭുതം നീ വിൽക്കാൻ നടക്കാതെ. എൻ്റെ അടുത്ത് അത്ഭുതം ഇല്ലെന്നൊന്നുമല്ല. യേശുവിനെ പ്രസംഗിച്ചവർക്ക് 2000 ആണ്ടായിട്ട് ഇന്നും അത്ഭുതങ്ങളുടെ ശക്തി കുറഞ്ഞിട്ടേ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ. 2000 ആണ്ടുകൾക്കപ്പുറത്ത് കർത്താവായ യേശു എന്ത് ചെയ്തോ അതേ ശക്തിയോടെ, അതേ ബലത്തോടെ ഇന്നും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി അവനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. പക്ഷെ അത് വാണിഭച്ചരക്കാക്കാൻ ഞങ്ങൾക്ക് അധികാരം അവകാശമില്ല. വിശ്വസിക്കുന്നവർക്കൊണ്ട് വ്യാപരിക്കുന്ന ദൈവപരിശുദ്ധാത്മാവിന്റെ അളവറ്റ വലിപ്പത്തിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് പകരപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മൺകൂടാരങ്ങളിലാകുന്നു. അത് ആത്മാർത്ഥമായി വിശ്വസിക്കണം. ഹല്ലേലൂയ. ഏതായാലും ആ ചർച്ചിൽ ഒരുപറ്റ ആളുകളിരുന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന നമ്മളെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. ഓൾ നൈറ്റ്, ഹാഫ് നൈറ്റ്, ഇങ്ങനെ പലതരം പ്രാർത്ഥനകളുണ്ട്. 21, 40 ഡേയ്സ്, 7 ഡേയ്സ്, 8 ഡേയ്സൊക്കെ ഉള്ള പ്രയറുകൾ നമുക്കുണ്ട്. നല്ലതാണ്. പ്രാർത്ഥന വലിയൊരു പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷെ പ്രാർത്ഥന നാട്യമാകരുത്, പ്രാർത്ഥന അഭിനയമാകരുത്, പ്രാർത്ഥന പ്രഹസനമാകരുത്. പ്രാർത്ഥന അർത്ഥവത്തായൊരു കർത്തവ്യം നിർവഹിക്കാൻ ദൈവത്തോട് അല്പനിമിഷം വ്യക്തിപരമായി സമയം ചിലവഴിക്കാൻ കണ്ടെത്തുന്ന അവസരമാണ്. വരും പ്രാർത്ഥിച്ചു. എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥന എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ വായിച്ച വാക്യങ്ങൾ. അവിടെ കിടക്കുന്നു. അന്ത്യോക്യയിലെ സഭയിൽ തോന്നുള്ള പേരുകൾ വളരെ ആവേശജനകമാണ്. തുടർന്നുള്ളൂ. അവിടെ ഒന്നുകൂടി നമുക്ക് വായിച്ചു കേൾപ്പിക്കാം. അന്ത്യോക്യയിലെ സഭയിൽ ഒന്നാമത്തെ പേര് ബർന്നബാസ്. ഇതാരാണെന്ന് അറിയണ്ടേ? അപാരമായ വാഗ്വ്യൂഹത്തിൻ്റെ ഒരു കരുത്ത്. നമ്മൾ ബൈബിളിൽ ശ്രദ്ധിക്കാതെ പോകുന്ന 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ബർന്നബാസും അപ്പല്ലോസും. ഇതാരാ കക്ഷികൾ? പൗലോസിനേക്കാൾ മീതയാണോ ഒപ്പമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. അത്ര കരുത്തന്മാരാ ഇവർ. 3 കൂടിയാലുള്ള അവസ്ഥ കേൾക്കണോ? ഒരുത്തൻ്റെ കാര്യം പറയാ, അപ്പല്ലോസിനെ പറ്റി പറയാ. തിരുവെഴുത്തുകളിൽ അഗാധ വാഗ്വൈഭവമുള്ള, സാമർഥ്യമുള്ള അപ്പല്ലോസ് എന്ന അലക്സാണ്ട്രിയക്കാരൻ തിരുവെഴുത്തം കൊണ്ട് പ്രസംഗിച്ചാൽ അതിൻ്റെ നിർഗളിത ധാര, ആ വാക്കുകളുടെ സൂക്ഷ്മാംശങ്ങളുടെ പ്രയോഗം, അത് ഭയങ്കര മനോഹരമാണ്. ഇനി ആരാ ബർന്നബാസ് എന്നറിയണ്ടേ? നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. നമ്മുടെ മർക്കോസിനെ ഓർക്കുമ്പോൾ സുവിശേഷം എഴുതിയ മർക്കോസിൻ്റെ അമ്മാച്ചൻ, അമ്മയുടെ ആങ്ങള. അത് മാത്രം ഓർത്താൽ പോരാ. പൗലോസ് എന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു എന്ന വാർത്ത നാട്ടിലൊക്കെ പരന്നിട്ട് കേട്ടവർക്ക് പേടി. കള്ളവാന്നോർത്തു. ഞങ്ങളുടെ കൂടെ കൂടി കൊല്ലാൻ വരികയാണെന്ന് പേടിച്ചിരുന്നപ്പോൾ ഈ പൗലോസിനെ കൊണ്ട് യെരൂശലേം സഭയിൽ കണക്ട് ചെയ്യിച്ച പൗലോസിൻ്റെ സ്നേഹിതനും മെൻഡറുമാണ് ബർന്നബാസ്. ബർന്നബാസിൻ്റെ പ്രഭാഷണ ചാതുര്യം ഭയങ്കര. പൗലോസിനെ പറ്റി ഞാൻ എന്ത് പറയാൻ? അതാ വചനം പറയുന്നത്. ഒരാളുടെ സ്വഭാവം പറയുക, യഹൂദന്മാരെ ഒരാൾ മിണ്ടാതാക്കി. അടുത്തവൻ്റെ കാര്യം പറയുക, അവരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഇനി അടുത്ത ആളിൻ്റെ പറയുക, ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിച്ചു. 3 പേരും കൂടി ആ പണി എങ്ങനെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുത്തൻ ഖണ്ഡിക്കും, ഒരുത്തൻ മിണ്ടാതാക്കും, ഒരുത്തൻ തെളിയിക്കും. ഈ 3 പേരായി കക്ഷികൾ. അതിൽ 2 പേര് അങ്ങോട്ട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക. ശക്തമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ദൈവം അവരെ പ്രവാചകന്മാരായിട്ട് വിളിച്ച്. സ്തോത്രം. പ്രവാചകന്മാർ. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകന്മാർ എന്ന ഒരു ഗ്രൂപ്പ് നമുക്കിടയിലും ഉണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ വിഷയത്തിൽ ഒരു അവസരവാദികളായി മാറാറുണ്ട്. ഈ മിക്ക പ്രഭാഷകരും പ്രവാചകന്മാരെ എടുത്തിട്ടങ്ങ് കളിയാക്കും. അവസരം വരുമ്പോൾ ഇവരെ വിളിക്കും. എന്തിനാന്ന് ഇരട്ടത്താപ്പ്? അതിൻ്റെ ആവശ്യമുണ്ടോ?
തെറ്റായി പ്രവചിച്ച പ്രവാചകനുണ്ടെങ്കിൽ അവനെ വിമർശിക്കണം, വെറുതെ വിടരുത്, പ്രോഗ്രാമിന് വിളിക്കരുത്. പക്ഷെ ദൈവം എന്ന് ഉപയോഗിക്കുന്ന ആയിരക്കണക്കിനായ ദൈവദാസന്മാർ നമുക്കിടയിലില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ അവർ എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ലക്ഷ്യമിട്ട് പ്രാർത്ഥിച്ച് സഭയിൽ പ്രവാചക ശുശ്രൂഷയുള്ളവർ വേണം. ധനപരമായ ആഗ്രഹമില്ലാതെ, ദ്രവ്യാഗ്രഹമില്ലാതെ യേശുവിനെ സേവിക്കുന്ന, പണസമ്പാദനത്തിന് വേണ്ടി സുവിശേഷത്തെ വിറ്റുകളയാത്ത, വ്യത്യസ്ത തരത്തിലുള്ള ശുശ്രൂഷയുള്ള, വെളിപ്പാടുള്ള, കാഴ്ചപ്പാടുള്ള, ദർശനമുള്ള, പോപ്പുലാരിറ്റിക്ക് വേണ്ടിയും പണത്തിനും വേണ്ടിയും ഇറങ്ങാത്ത കർമ്മനിരതരായ പ്രവാചകന്മാരെ സഭയ്ക്ക് ആവശ്യമുണ്ട്. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഒരു ശുശ്രൂഷയും ദൈവം സ്ഥിരമായി ആർക്കും കൊടുക്കാറില്ല. പ്രവാചകനായിട്ടാ പൗലോസിൻ്റെ തുടക്കം, പിന്നെ പ്രവാചകനല്ല. ആ ശുശ്രൂഷ ദൈവം മാറ്റി മറ്റൊന്ന് അദ്ദേഹത്തിന് കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? ആ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചർച്ചിൽ ആരൊക്കെ ഉണ്ടെന്നാ വചനം പറയുന്നു. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, അവിടെ ഒരുത്തൻ്റെ പേരാണ് നീഗർ എന്ന് പേരുള്ള ശിമോൻ. ഇയാൾ പേര് കൊണ്ടൊരു ആഫ്രോ ഏഷ്യൻ വംശജനാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ബർന്നബാസ് എന്ന യഹൂദനുണ്ട്, ആഫ്രോ ഏഷ്യൻ വംശജനായ ഒരു ഷിമോനുണ്ട്, പിന്നെ ഇനിയുണ്ട് അവിടെ മറ്റൊരു നീഗ്രോ വംശജനായ ലൂക്യോസ് എന്ന പേരുള്ള മറ്റൊരു ചങ്ങാതി ഉണ്ട്. കക്ഷി ആരാന്നറിയണ്ടേ? നമ്മുടെ സ്നാപകൻ്റെ തലയെറുത്തൊരു ചേട്ടനെ ഓർമ്മ വരുമല്ലോ. ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന അവൻ്റെ ക്ലാസ്മേറ്റ്, അവൻ്റെ കൂട്ടുകാരനെ പിടിച്ച് നമ്മൾ മൂക്കിപ്പോക്കി ചർച്ചിലാക്കിയെന്ന്. ഇതിപ്പോഴൊക്കെ പ്രതികാരമുണ്ടോ? ഇതിനപ്പുറത്ത് നിനക്കിട്ട് എന്ത് പണിയാണ് ഞങ്ങൾ തരേണ്ട പറ? ഇവനിപ്പോൾ പിടിച്ച് ഞങ്ങൾ ചർച്ചിലാക്കി. ആൾ പ്രവചിക്കുകയാണ്, ആൾ ദൂത് പറയുകയാണ്. യോഹന്നാന്റെ തലയെടുത്തപ്പോൾ നിങ്ങൾ ഓർത്ത് ഇത് തീർന്നെന്നല്ല, നിന്റെ വീട്ടിനകത്ത് കടന്ന് നിന്റെ കൂടെ വളർന്ന ദുഷ്ടത മുഴുവൻ പഠിച്ച്, വാൾപ്രയോഗം നടത്താൻ പഠിച്ച്, വാൾ പ്രയറ്റ് പഠിച്ച്, അഭ്യാസം പഠിച്ചവനെ പിടിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കൊടുത്ത് ഈ സഭയ്ക്കുള്ളിലാക്കുന്ന പ്രക്രിയ, സുവിശേഷം, ഇതാ അവൻ പഞ്ചഭാവമായി, വിശുദ്ധനായി, ശക്തനായി, ദൈവാത്മാവിൽ ദൂതറിയിക്കുന്നവനായി ഈ ചർച്ചിൽ കൂടുന്നുണ്ട്. ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൻ. ഇപ്പം ആരൊക്കെ വന്നു? ഒരു ആഫ്രോ ഏഷ്യൻ, ഒരു കുറേന്യക്കാരൻ, 2-3 യഹൂദൻ. ഏതോമ്യനാണ് ശരിക്കും പറഞ്ഞാൽ ഈ മനായൻ. നമ്മൾ വല്ലാണ് ഇവർക്കെല്ലാം ഓരോ സെൻറ്റർ വേറെ വേറെ ഉണ്ടാക്കിയനെ. സഭയല്ല, ഓരോരുത്തരും ഓരോ സെൻറ്റർ. നമ്മൾ ശരിയാകാത്തിൻ്റെ കാര്യം മനസ്സിലായോ? പക്ഷേ ഇതങ്ങനല്ല. ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. അവിടുന്ന് ആ പേരുണ്ടായത് ക്രിസ്ത്യാനികളെന്ന്. ക്രിസ്ത്യാനിത്വം ആരുടെ ഔദാര്യമല്ല, അതൊരവകാശമാണ്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ അധികാരത്തോടെയാ നിങ്ങളും ഞാനിവിടെ വന്നിരിക്കുന്നത്. അധികാരം യേശുവിനെ കൈക്കൊണ്ടപ്പോൾ എനിക്കൊരധികാരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഇവരെല്ലാം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെയുള്ള ആളുകൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതേ ഒരു ചൈതന്യമാണ്. വലിയ സന്തോഷമാണ്. പക്ഷെ ദൈവത്തിൻ്റെ സന്തോഷം നമ്മൾ സ്ഥിരം ഒരിടത്ത് കൂടിയിരിക്കുന്നതല്ല, നമ്മൾ ചെതറണം. അയ്യോ, അത് കേട്ടപ്പോൾ ഒരു സങ്കടം. നമ്മളെ ഇന്ന് 100 പേരുണ്ടെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോഴേക്ക് വേറെ 1000 പേര് വരട്ടെ, നമ്മൾ ചെതറണമെന്ന്. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ സുവിശേഷം പറയാൻ പാകത്തിന് നമ്മൾ ചെതറണം. നമ്മുടെ തലമുറകൾ ചിതറണം. നമ്മുടെ പിതാക്കന്മാരോട് ചോദിക്ക്, അവരുടെ തലമുറകളെ ചോദിച്ചാൽ പറയും, ഒരുവൻ ടെക്സാസിൽ, ഒരുവൻ ഡാളസിൽ, ഒരുവൻ UAE, ഒരുത്തൻ കുവൈറ്റിൽ. ഇത് ദൈവത്താലുള്ളതാണ്. പക്ഷെ ഒരു കാര്യം, ഈ പോന്നവൻ സുവിശേഷം പറയണം. അപ്പോൾ പണി എളുപ്പമായി. നമ്മുടെ ജോലി അതാണ്. ആരും ഒന്നും ചെയ്യില്ല. സുവിശേഷം പറയാൻ നമ്മുടെ പക്കൽ ദൈവനെ കൊണ്ടുതരും. അല്ല, അവസരം കിട്ടാനെന്ന് പ്രാർത്ഥിച്ചേ. ഒരവസരം കിട്ടാൻ പ്രാർത്ഥിക്കുക, കർത്താവ് ഇവനോട് സുവിശേഷം പറയാനൊരവസരം.
നിങ്ങൾ രാജ കൊട്ടാരത്തിൽ സേവനമനുഷ്ഠിച്ച് സുവിശേഷത്തിന് വിലക്കുകളുള്ള ഒരു അറബി രാജ്യത്തിലെ ജോലിക്കാരനാണെന്ന് കുട്ടിക്കോ, പക്ഷെ തമ്പുരാനോട് വൈകിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഒരവസരം ഐ വാണ്ട് കൺവേ ഗോസ്പൽ ടു ഹിം, എനിക്കൊരവസരം നിന്നെക്കുറിച്ച് പറയാൻ ഒരവസരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഷെയ്ക്ക് നിന്നോട് പറയുമെന്ന് പ്രാർത്ഥിക്കാൻ തലയിൽ കൈവച്ച്. അവൻ അസ്വസ്ഥത കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അഹസ്വാരോശന് അസ്വസ്ഥത കൊടുത്തവൻ ഇന്നും ജീവിക്കുന്നു എന്ന് സത്യം തിരിച്ചറിയി. ഒരു നാടിന്റെ മുഴുവൻ രക്ഷ നിന്നിലൂടെ അല്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ടാകട്ടെ, ആരാധനയ്ക്ക് ശക്തി ഉണ്ടാകട്ടെ, കാഴ്ചപ്പാടുകൾക്ക് നിറം വരട്ടെ, സ്വപ്നങ്ങൾക്കും ദർശനങ്ങൾക്കും ശക്തി പകരട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു ദൂതാണ്, ശൗലിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നെ ഒന്ന് വേർതിരിക്കണം. സഭ പ്രാർത്ഥിച്ചു, വേർതിരിച്ചു. അവരെ പിറ്റേന്ന് ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഈ സഭയുടെ ശേഷി അറിയാമല്ലോ, ചെറിയൊരു ചർച്ച. അവർ പ്രാർത്ഥിച്ചെടുത്തൊരു കാണിക്ക ശേഖരം വഴിച്ചിലവിനും കപ്പൽ കൂലിക്കുമൊക്കെ ആയിട്ട് കൊടുത്തു. അത് കൈപ്പറ്റി. അത് കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്നൊന്നും നോക്കിയില്ല. കിട്ടിയ നന്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടാളുകൾ ഒരുമിച്ച് യാത്ര പുറപ്പെടുക. ഈ കൂടെ മർക്കോസും ഇവർക്കൊപ്പം കൂടി എന്ന് തിരുവെടുത്ത് പറയുക. അന്ന് മർക്കോസ് തീരെ കൊച്ചുകുട്ടിയാ. സുവിശേഷം എഴുതിയ മർക്കോസ് ഇവരുടെ സഹായിയായി കൂടെയുണ്ട്. ഈ മൂന്നാളുകൾ ഒരുമിച്ചൊരു യാത്ര തുടർന്നു. ഇടയ്ക്ക് വെച്ച് മർക്കോസ് തിരിച്ചു പോന്നു. ഭയാശങ്കകൾ അദ്ദേഹത്തെ നേരിട്ടു. കൊച്ചുകുട്ടിയാണ്. അദ്ദേഹം തിരികെ പോന്നു. കൊടുങ്കാറ്റടിക്കുന്ന കപ്പലിലൂടെ, അഗാധകൃത്തങ്ങളും ചുഴികളുമുള്ള കടലിൻ്റെ പ്രതികൂലങ്ങളിലൂടെ, അതിനുശേഷം മലകളും പുഴകളും താഴ്വരകളും താണ്ടിക്കൊണ്ട് നടന്നും ഓടിയും കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ബുദ്ധിമുട്ടിയും അടിയേറ്റു വാങ്ങിയും ജയിലിൽ കിടന്നും പീഡനമുറകൾക്ക് വിധേയരായും രണ്ടാളുകൾ ഒറ്റക്കിറങ്ങിത്തിരിക്കുന്നു, മറ്റാരുടെയും പിൻബലമില്ലാതെ. അപ്പോഴും അവർക്കൊരു കാര്യമറിയാം, ഞങ്ങൾ രണ്ടും തനിച്ച് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ രാവെളുക്കുവോളം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഞങ്ങൾക്ക് പിന്നിലുണ്ട്. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് കാണുമ്പോൾ, ആർത്തലക്കുന്ന തിരമാല കാണുമ്പോൾ, ചുഴികൾ അരുവികൾ കാണുമ്പോൾ, കപ്പലും മറിച്ചിടാൻ പാകത്തിനുള്ള ശക്തമായ ഈശാനമൂലൻ കാറ്റുകൾ കാണുമ്പോൾ ഭക്തർക്ക് ആശങ്കയില്ല. ഞങ്ങളെ അയച്ച ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്കൊരു കാര്യമറിയണ്ടേ? പൗലോസിന്റെ നേതൃത്വത്തിൽ ഒരു മിഷണറി സംഘമായി ഇവർ യാത്ര പുറപ്പെട്ടു. ഒരു വട്ടം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ അവർ പോയ മണ്ഡലങ്ങളിൽ ഉഗ്രപ്രതാപങ്ങൾ മുട്ടുകുത്തി, സാത്താന്റെ ശക്തികളുടെ കോട്ടകൾ കടപുഴകി, വമ്പൻ മരങ്ങൾ നിലംപരിയായി, വലിയ വലിയ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ അവരിലൂടെ നടപ്പിലായി. അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ സഭ ഒരു മണ്ഡലം മുഴുവൻ വ്യാപരിക്കാൻ അവരുടെ യാത്ര കാരണമായി. അനേക ദേശാധിപതികൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് കീഴിൽ അമർന്നു. അനേക ജനസാമാന്യങ്ങൾ, ഭൂതഗ്രസ്തരായിരുന്നവർ, മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ പൗലോസും ബർന്നബാസും അങ്ങോട്ട് പ്രാർത്ഥിച്ച് അവരെ വേർതിരിക്കുന്ന വേളയിൽ വലിയ ദൈവപ്രവൃത്തിക്ക് വിധേയരായി. ഈ പോകുന്ന യാത്രയിൽ ഒരു ചെറിയ പരീക്ഷണം അവർക്ക് നേരിട്ടു. ഒരിടത്ത് എന്നവരങ്ങോട്ട് പ്രസംഗിച്ചു. പ്രസംഗം അങ്ങോട്ട് കത്തിക്കയറുമ്പോൾ അവിടുത്തെ നാട്ടുപ്രമാണി, മുനിസിപ്പൽ കൗൺസിലർ ആൾക്കാരെല്ലാം വിളിച്ചു. പുരോഹിതനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പൂമാലകൾ തുന്നിക്കൊണ്ടുവന്നു. ആ കൂടെ കാളകളെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും മനുഷ്യരല്ല, ദേവന്മാരാണ്. നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുക. അവർക്ക് മാർസ് എന്നും വീനസ് എന്നും പേരിട്ടു. മലയാള പരിഭാഷയിൽ ബുധനെന്നും ഇന്ദ്രനെന്നും പേരിട്ടു. കാളകളെ യാഗമർപ്പിക്കാൻ ശ്രമിച്ചു. ഭക്തി കയറി വല്ലാതായപ്പോൾ ചെയ്തൊരു പണിയാണ്. കാളകളെ അർപ്പിക്കാൻ തയ്യാറായി. നമ്മളാണ് എന്തു പറയും? നമ്മളാണെ പറയാം, അതിപ്പോൾ അവരെ അറിവില്ലായ്മ കാണിക്കുക. നമ്മൾ അവിടെ അത് തിരുത്താൻ പോയാൽ രക്ഷയില്ല. ഭയങ്കര പാടാണ്. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. പുരോഹിതന്മാരും ഒക്കെ ഉണ്ട്, ഞാനും ഉണ്ട്. അവിടെ നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടനം. എന്നാൽ അത് നമ്മുടെ പൊതുവായൊരു പരിപാടിയല്ലേ, ബൈബിളിൽ നിലവിളക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് ആ കൂടെ കൂടിയില്ല. എന്നെ ക്ഷണിച്ചു. നോ, നിങ്ങൾ ചെയ്യുന്നതിനോടൊന്നും എനിക്ക് വിരോധമില്ല, ബട്ട് ഐ കനോട്ട്, സാധ്യമല്ല. എൻ്റെ കേസെടുക്കുമോ ഇങ്ങനെ പറഞ്ഞാൽ? എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റില്ല, അത്രേ ഉള്ളൂ. അതിന് വ്യാഖ്യാനമൊന്നുമില്ല, എനിക്ക് സാധിക്കില്ല, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അതെൻ്റെ റൈറ്റാണ്.
മാറി നിൽക്കാനുള്ള എൻ്റെ അവകാശം എൻ്റെതാണ്. ഭക്തൻ മാറി നിൽക്കാൻ പഠിക്കട്ടെ. ചില സ്ഥലങ്ങളിൽ നിന്ന് എന്ത് നഷ്ടം വന്നാലും മാറി നിൽക്കാൻ പഠിക്കട്ടെ. അതിന് അവരെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിയായ ഒരു രീതിയല്ല. നമ്മുടെ യോഗത്തിനൊരാൾ അതിഥിയായി വന്നു, മന്ത്രി വന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ വന്നു, മറ്റൊരു മതസ്ഥർ വന്നു, അന്ന് മുഴുവൻ അവരെ അങ്ങ് വെട്ടുക ന്യായമായ കാര്യമൊന്നും അല്ലത്. മോശം, ചെയ്യരുതേ. കർത്താവിൻ്റെ വചനം കേൾക്കാൻ ആര് വന്നാലും സമൃദ്ധമായി പ്രസംഗിക്കണം, സ്നേഹത്തിൻ്റെ ആത്മാവിൽ സംസാരിക്കണം. അതാ വേണ്ടേ. ആക്ഷേപത്തിൻ്റെ വഴിയൊന്നും നമ്മുടെ വഴിയല്ല. കണ്ണനം വേറെയാണ്, ഈ സുവിശേഷത്തിൻ്റെ സ്വാന്തനം അത് മറ്റൊന്നാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതേ, ഇവിടെ പൂമാല കഴുത്തിലിട്ട് കാളകളെ യാഗമർപ്പിക്കാൻ വന്നപ്പോൾ രണ്ടുപേരും വളരെ പ്രയാസപ്പെട്ടത് തടഞ്ഞു. ഇവരെയോ നടക്കാൻ പെട്ട പാട്, ഭയങ്കര പ്രയാസപ്പെട്ട് തടഞ്ഞു. അരുതേ, നിങ്ങൾ കാളയെ യാഗമർപ്പിക്കരുതേ. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് പിന്തിരിയണം. ആ പേരും കിട്ടു. അല്ലെങ്കിൽ പറയും, ഇതിപ്പോൾ അവരെ സമ്മതിച്ചില്ലെങ്കിൽ അവർ വിശ്വാസത്തിൽ നിന്ന് പോയി പോകും, അവരുടെ വിശ്വാസം പോകുമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. എടാ, പോകുന്നതിൽ അവൻ പോട്ടെന്നേ. അവൻ ഈ രൂപത്തിൽ വന്നതിൽ കരുതുന്നത് നല്ലത് അവൻ വരാതിരിക്കുന്ന. അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന മൂക്കൊക്കെ പോകണം. അങ്ങനെയാ, മനസ്സിലായില്ലേ? തുമ്മുമ്പോൾ തെറിക്കുന്ന മൂക്ക് പോട്ടെ, അല്ലാത്ത മൂക്കുണ്ടല്ലോ അവൻ മതി. ഇതിനകത്ത് സമാഗമന കൂടാരത്തിലൊരു ഉപകരണമുണ്ട്, നിലവിളക്ക് എന്ന എൻ്റെ പേര്. പ്രായമുള്ളവർക്കൊക്കെ അറിയാം, തങ്ക നിലവിളക്ക്. ഈ നിലവിളക്കിൻ്റെ പണിക്കൊരു നിയമമുണ്ട്, അടിപ്പ് പണിയായതിനെ പണിയണം. എന്താ അടിപ്പ് പണി? ഈ സ്വർണം മുഴുവൻ തീക്കുള്ളിലിട്ട് വേവിച്ച് ചുട്ട് ഉരുക്കി ഒറ്റ സ്വർണ്ണക്കട്ടിയായി ഒറ്റ സ്വർണ്ണക്കട്ടിയിൽ അടിച്ച് പണിയണം. അല്ലാതെ വേറെ കുറേ സ്വർണം കൊണ്ട് വെൽഡ് ചെയ്ത് വെക്കുന്ന പോലെ ഉരുക്കി ഒട്ടിച്ചു വെക്കാൻ പാടില്ല. എക്സ്ട്രാ ഫിറ്റിങ് പാടില്ല. എന്താ കാര്യം? എക്സ്ട്രാ ഫിറ്റിങ് കാണാനൊക്കെ ഭംഗിയാ, പണി എളുപ്പമാണ്. പക്ഷേ ഇത് വൃത്തിയാക്കാൻ വേണ്ടി താഴെ തട്ടുമ്പോൾ മുകളിൽ നിളകും, മുകൾ ഭാഗം ശരിയാക്കി വരുമ്പോൾ ഇടയ്ക്കും നിളകും. അങ്ങനെ നമ്മുടെ കൂടെ നിന്നൊക്കെ ചിലർ ഇളകിപ്പോകും. പേടിക്കരുത്. അടിപ്പ് പണിയാച്ചാ അവൻ പോകേണ്ടതാ, പണ്ടേ പോക്കണ്ട. ഒരാൾ പോയി കഴിഞ്ഞാൽ തീരുന്നല്ലിത്. ദൈവത്തിൻ്റെ സഭ എന്താന്നാ നീ വിചാരിച്ചേ? ഒരുത്തൻ പോയാൽ പൂട്ടിക്കെട്ടുന്ന ക്ലബ്ബല്ലിത്. ഒരുത്തൻ പോയി കഴിഞ്ഞാൽ തകർന്നു പോകുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലിത്. ഒരുത്തൻ നിർത്തിപ്പോയാൽ പൂട്ടിക്കെട്ടുന്ന പാർട്ടി അല്ലിത്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ദൈവസഭയായത്. അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നീട്ടണില്ല. ഏതായാലും ഇവരെ ഇത് ബന്ധപ്പെട്ട് തടഞ്ഞിട്ട് പറഞ്ഞത് വ്യർത്ഥ കാര്യമാണ്. ഈ കുരുത്ത പൂമാല ഞങ്ങളുടെ കഴുത്തിൽ ഇടരുതേ. ഈ കന്നുകാലികളെ ഞങ്ങളുടെ മുമ്പിൽ യാഗമർപ്പിക്കരുതേ. ഒന്നുകൂടി പറഞ്ഞു, ദൈവത്തിന് മഹത്വമർപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമർപ്പിക്കുക. ഈ യാത്രയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. അത് പറഞ്ഞ് നമുക്ക് ക്രോഡീകരിക്കാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുമല്ല, നമ്മുടെ മർക്കോസേ യാത്രയിൽ കൂടെ കൂടിയിട്ട് ഇടയ്ക്ക് വച്ച് ഈ പ്രതിസന്ധി എല്ലാം കണ്ട ആള് അങ്ങ് വിഷമിച്ചു. കനത്ത കാറ്റടിക്കുന്നു, തണുപ്പടിക്കുന്നു, കപ്പലിലെ യാത്ര വല്ലാത്ത പ്രയാസം. പുള്ളി കൊച്ചു കുട്ടിയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് അമ്മച്ചിയെ കാണണം, മമ്മിയെ കാണണം, ഞാൻ പോവാ, എനിക്ക് പോയേ പറ്റൂ. ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഇന്നാണെങ്കിൽ നമുക്കൊരു ഓട്ടോ പിടിച്ചോ ടാക്സി പിടിച്ചോ മൊബൈലൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞ് വീട്ടിൽ വിടാം. പായ്ക്കപ്പലിൽ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് യാത്ര ചെയ്യുന്ന പഴയ കാലത്ത് ഈ പയ്യനെ തിരിച്ചു വിടാൻ പെട്ട പാട് വേറെ ആരെയല്ല, നമ്മുടെ സുവിശേഷം എഴുതിയ മാർക്കസേ. അന്ന് സുവിശേഷമൊന്നും എഴുതിയിട്ടില്ല, തിരിച്ചു വിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് അപ്പോസ്തലന്മാർ ബർന്നബാസും പൗലോസും യാത്ര തിരിച്ച് ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് അന്ത്യോക്യയിലെത്തി. അന്ത്യോക്യയിലെ സഭ സന്തോഷത്തോടെ അവരെ കയ്യേറ്റു. ക്ഷീണിച്ച് ശരീരം തളർന്ന് വേണ്ടത്ര ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ട്
തിരിച്ചെത്തിയെങ്കിലും ആത്മസന്തോഷത്തിന് ഒരു കുറവുമില്ലാതെ, ദൈവകൃപയ്ക്കൊരു കുറവുമില്ലാതെ തിരിച്ചെത്തുന്നത് കണ്ടപ്പോൾ ദൈവത്തിന്റെ ഭക്തന്മാരെ കണ്ടവർക്കൊരു കാര്യം പിടികിട്ടി. ഭക്തന്റെ ആരോഗ്യം കഴിച്ച ഭക്ഷണമല്ല, കുടിച്ച വെള്ളമല്ല, അനുഭവിക്കുന്ന ഭൗതിക നന്മയല്ല, പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ബലമാണ്, ഉയരത്തിലെ കൃപയാണ് ഭക്തനെ നിലനിർത്തുന്ന യാഥാർത്ഥ്യം. അത് കണ്ട് സഭയങ്ങ് ആനന്ദിച്ചു. പലയിടത്ത് സഭയുണ്ടായ സംഭവം എല്ലാം കേട്ടപ്പോൾ അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇതെല്ലാം കേട്ട് നമ്മുടെ മാർക്കോസ് ഇരിക്കുക. പുള്ളി ഓർത്തു, അയ്യോ പോകേണ്ടതായിരുന്നു, കഷ്ടമായിപ്പോയി. നമ്മൾ എത്ര നല്ല നല്ല വഴികൾ മുടക്കിക്കളഞ്ഞു, എത്ര അവസരങ്ങൾ കളഞ്ഞു, ദൈവം ഉപയോഗിക്കേണ്ട എത്ര സന്ദർഭങ്ങൾ കളഞ്ഞു. കൊടുക്കും പ്രിയട്ടേ. അടുത്ത ഘട്ടം ഇവർ വീണ്ടും സഭ കാണിക്ക ശേഖരിച്ച് രണ്ടുപേരെയും യാത്രയാക്കി. യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ദാ വരുന്നു മർക്കോസ്. വീണ്ടും മർക്കോസ് വരുന്ന കണ്ടപ്പോഴേ പൗലോസ് തിരിച്ചൊന്ന് ചോദിച്ചു, കുഞ്ഞെങ്ങോട്ടാ? അങ്കിളെ ഞാനും വരുന്നു. എവിടെ? നിങ്ങളുടെ കൂടെ. ആ പറ്റില്ല. അതെന്താ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അങ്കിളെ ഒരവസരം തായോ. കുഞ്ഞെ നിന്നോട് പിണക്കൊന്നുണ്ടായിട്ടല്ല, ഞാനേ ശുശ്രൂഷയിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് അത്തരം വിട്ടുവീഴ്ച പറ്റില്ല കുഞ്ഞെ. കാരണം ഞാൻ ഇറങ്ങി തിരിച്ചപ്പോഴേ പലർക്കും കിട്ടിയത് രോഗശാന്തിയാ, അത്ഭുതമാ, അടയാളമാ, വീരപ്രവൃത്തിയാ, വിടുതല. പക്ഷെ രക്ഷിക്കപ്പെട്ടപ്പോഴേ എനിക്ക് കിട്ടിയ നല്ല തല്ലാണ്. ഒറ്റ അടിക്ക് കണ്ണിൻ്റെ വ്യൂസ് പോയതാ മോനെ. അതിനുശേഷം പേടിയാ. സ്വർഗീയ ദർശനത്തിന് അനുസരണ കാണിക്കുമ്പോഴൊക്കെ ഈ കരവന്റെ തലയ്ക്ക് മീതെ വന്നു നിന്നിട്ട് പറയും, നോ, അരുത് അരുത് അരുത്. ഈ ഉൾവിളി ഇങ്ങോട്ട് വന്നാൽ മുമ്പിൽ നിൽക്കുന്ന ആരാണെന്നും എനിക്ക് ലക്ഷ്യമില്ല, ഞാൻ മൈൻഡ് ചെയ്യത്തേയില്ല. പിണക്കമുണ്ടായിട്ടല്ല, നീ ഇവിടെ ഇരീ. അവൻ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് സ്വന്തം അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ പൗലോസ് അങ്കിള് കൊണ്ടുവന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടം, തെറ്റുതിരുത്താൻ ഒരവസരം താങ്കളെ. ആ ബർണാസ് എന്നിട്ട് പറഞ്ഞു, പൗലോസേ ഇവൻ്റെ വീട്ടിലാണ് നമ്മുടെ ചർച്ച തുടങ്ങിയേ. ഇവൻ്റെ അമ്മ വാരിക്കൊടുത്ത എത്ര ഭക്ഷണം നമ്മുടെ കർത്താവ് കഴിച്ചിട്ടുണ്ട്, അപ്പോസ്തലന്മാർ കഴിച്ചിട്ടുണ്ട്. അന്ന് അവനും ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിലും പണിയെടുക്കുന്നതിലൊക്കെ അമ്മയുടെ കൂടെ കൂടിയ നാണം കുണുങ്ങിയ ഒരു പയ്യനാ. അന്നവൻ കുഞ്ഞാ. അവനെയും യേശു അരികിൽ വിളിച്ച് തലയിൽ കൈവച്ചതല്ലേ. ഒരു തെറ്റങ്ങ് ഷപ്പുറക്ക് അവനെ കൂടി. പൗലോസ് പറഞ്ഞൊക്കെ ശരിയാണ്. മിനിസ്ട്രിയിൽ എനിക്ക് സിമ്പതിയില്ല, മിനിസ്ട്രിയിൽ എനിക്കത്തരം സെന്റിമെന്റ്സ് ആകാൻ കഴിയില്ല, എനിക്കതിനോട് യാതൊന്നും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. അവിടെ വചനം കിടക്കുന്ന ഇങ്ങനെ, അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി. വാദമുണ്ടായി ബൈബിളിൽ എഴുതിയേ. എന്നിട്ട് തെറ്റിപ്പിരിഞ്ഞു. എന്തൊരു കഷ്ടം. പൗരത്തിൻ്റെ അനുസരണക്കേട് സഹോദരന്മാരെ പോലെ കഴിഞ്ഞ് രണ്ടുപേരെ തമ്മിൽ തെറ്റിച്ചു. ആട്ടെ, ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം. പൗലോസാണോ ശരി, ബർന്നബാസാണോ? ഏതാണ് ശരി? പൗലോസാണ് ശരിയെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ഹാള് പൂട്ടേണ്ടി വരും. ഇത്രയും കടുകട്ടി പോക്കാണെങ്കിൽ കാര്യങ്ങളുടെ മുമ്പോട്ടുള്ള പോക്ക് വലിയ കഷ്ടമാണ്. ആത്മാക്കൾ വരില്ലെന്ന് വിട്ടുവീഴ്ചയില്ലെങ്കിൽ. അപ്പോൾ ബർന്നബാസാണോ ശരി? ബർന്നബാസ് ആണെങ്കിലുള്ള കുഴപ്പം, സഭ മുഴുവൻ കൊച്ചുവീടി പോയിക്കുന്നതിനെ കൊണ്ട് നിറയും. അവൻ പെട്ടിക്കടയിൻ്റെ സൈഡിൽ തന്നെ തുടങ്ങും. അവൻ പാൻപരാഗ് അപ്പുറത്തിട്ട് വിറ്റിട്ട് പറയും കൃപയാണ്. അപ്പോൾ പിന്നെന്ത് ചെയ്യും? ഇതൊരു പാഠമാണ്, പഠിച്ചോണം. ബർന്നബാസോ ശരി, പൗലോസോ ശരി എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്കൊരു ഉത്തരം തരുന്നു. രണ്ടിൻ്റെ ഇടയ്ക്കൊരു ശരിയുണ്ട്. രണ്ടിൻ്റെ ഇടയ്ക്കൊരു ശരി. വല്ലാതെ പൗലോസും ആകരുത്, വല്ലാതെ ബർന്നബാസും ആകരുത്. കെയർ കൊടുക്കണം, ശിക്ഷയും കൊടുക്കണം. വേണ്ടേ? ശിക്ഷയും കൊടുക്കണം. അതിന് കാരണമുണ്ട്. ഈ രണ്ടുപേരും രണ്ട് വഴിക്ക്. പൗലോസ് ശീലാസിനെ കുട്ടി ഒരു വഴിക്ക് പോയി, ബർന്നബാസ് ഈ മാർക്കസിനെ കൂട്ടി വേറൊരു വഴിക്ക് പോയി. അങ്ങോട്ട് പോകുമ്പോൾ ഈ ബർന്നബാസ് പറയുന്നുണ്ട്, കുഞ്ഞേ നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതേ ജ്യേഷ്ഠനെപ്പോലെ ഞാൻ കരുതിയ
ഗുരുസ്ഥാനീയനായി ഞാൻ കണ്ട എൻ്റെ പ്രിയപ്പെട്ട പൗലോസിനെയാണ്. ആ മനസ്സ് മുറിഞ്ഞു നീ കാരണം ക്രിസ്തു ഞങ്ങളുടെ ബന്ധങ്ങൾ ഒരിക്കൽ വീണ്ടും കൂട്ടിച്ചേർക്കട്ടെ. ഞങ്ങൾ തമ്മിൽ പകയില്ല, വിദ്വേഷമില്ല, പക്ഷെ കാരണക്കാരൻ നീയാ. വലിയ ചിലവുണ്ട് മകനെ നിന്നെ കൊണ്ടു നടക്കാൻ. എൻ്റെ ഹൃദയം മുഴുവൻ വിങ്ങുന്നു പൗലോസിനെ കുറിച്ച് ഓർക്കുമ്പോൾ. നൂറുകണക്കിന് കല്ലേറ് വരുമ്പോൾ എൻ്റെ ദേഹത്ത് വീഴാതിരിക്കെ സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞ് ഓരോ മുറിവുകളും ഏറ്റുവാങ്ങി അടി വരുമ്പോൾ പീഡ വരുമ്പോൾ ചങ്കുറപ്പോടെ മമ്പിക്കരി നിന്നുകൊണ്ട് യേശു നിമിത്തം സുവിശേഷത്തിന്റെ ജയക്കൊടി ഉയർത്തിയ ഒരു മാതൃകാ പുരുഷന്റെ ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്കൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പാക്കിക്കോ, നീ നിലകൊള്ളുന്ന സത്യത്തിന് വേണ്ടി ഒരു കാലഘട്ടം നിനക്ക് വരുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളുടെ ചങ്ങല കണ്ണികൾ വിളക്കി ചേർക്കുന്ന ദൈവകൃപയുടെ ഒരു വ്യാപാരം. തെറ്റിദ്ധാരണ പേരിൽ ഒക്കെ അറ്റുപോയ ബന്ധങ്ങൾ ഒരിക്കൽ കൂടി പുനഃസ്ഥാപിക്കപ്പെടും. ഭാരം വേണ്ട, പ്രയാസം വേണ്ട, നിഷ്കളങ്കരായി നീ യേശുവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുക. എല്ലാ തെറ്റിദ്ധാരണയും മാറുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അന്നേ മാർക്കോസ് തീരുമാനിച്ചു, ഞാൻ ഉഴപ്പൊക്കെ കളയുക. അങ്ങയുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയില്ലൊരിക്കലും ഞാൻ കഴിവ് കെട്ടണമെന്ന് ലോകം പറയുമ്പോൾ, പ്രാപ്തനല്ലെന്ന് ലോകം കരുതിയപ്പോൾ, എൻ്റെ സമർപ്പണത്തിൽ കുറവുണ്ടെന്ന് പൗലോസ് കരുതിയപ്പോൾ, ആ വാക്കിലും ഞാൻ അദ്ദേഹത്തോട് പകവച്ചില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ഒരു കുറ്റം എന്നിലുണ്ട്, ഒരു കുറവെന്നിലുണ്ട്. സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് അധ്വാനിക്കാൻ ഏതോ ഒരു കുറവ് എന്നിലും നിന്നിലുമുണ്ടെന്ന് തിരിച്ചറിവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നെങ്കിൽ ആരുമറിയാതെ നമുക്കിന്ന് രാത്രി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. എവിടെയോ കത്തിജ്വലിക്കാൻ കഴിയാത്ത ഒരു അപാകത എന്നിലുണ്ട്, അത് തിരുത്തുന്ന ഒരു ദിവസത്തെ കാത്തു ഞാൻ ഇരിക്കുന്നു. രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന ഈ വേദനയോടെ പോകുമ്പോൾ തമ്പുരാൻ ഒന്നുറപ്പിച്ചു, മകനെ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, കൈവിടുകയില്ല. അതുകൊണ്ട് ചരിത്രത്തിലെ ആദ്യത്തെ സുവിശേഷം എഴുതാൻ മത്തായി അല്ല, ആദ്യത്തെ സുവിശേഷം മാർക്കോസാണ്. യേശുവിൻ്റെ ശിഷ്യനല്ലാത്ത 12 പേരിൽ പെടാത്ത സാധുവായ മാർക്കോസിനെ കൊണ്ട് ആദ്യത്തെ സുവിശേഷം എഴുതിച്ചിട്ട് ആ സുവിശേഷത്തെ കേന്ദ്രീകരിച്ച ബാക്കി 3 പിറവി കൊള്ളുന്നത്, ആ കാലക്കണക്കുകളെ ആധാരമാക്കിയ ബാക്കി മുഴുവൻ പിറവി കൊള്ളുന്നതെങ്കിൽ ഈ രാത്രി ദൈവത്തിന് കൊള്ളാകുന്നവനായി പ്രയോജനപ്പെടുന്ന മാർക്കോസിനെ പോലെ ചില ധീര പടയാളികളെ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, ലോകം തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, സഹപ്രവർത്തകർ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് എന്നിലൊരു ശുശ്രൂഷയുണ്ട്, എന്നിൽ ദൈവത്തിന്റെ ഒരു നിക്ഷേപമുണ്ട് എന്ന തിരിച്ചറിവിൽ അദ്ദേഹം ശക്തനായി മുമ്പോട്ട് പോയി. ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാലമേറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പൗലോസ് പരിശീലനായി ഒരു ജയിലറയ്ക്കുള്ളിൽ കിടക്കുക. ആ മനസ്സ് മുഴുവൻ ആത്മചിന്താഗതിയുടെ വലിയ തിരത്തള്ളല. അദ്ദേഹത്തിന് ഒത്തിരി എഴുതാനും പറയാനും ഒക്കെ ഉണ്ട്, ഒത്തിരി ആശയങ്ങൾ കൺവിൻസ് ചെയ്യിക്കാനുണ്ട്. അത് എഴുതിയെടുക്കാൻ ആൾ വേണം, എഴുതാൻ അവിടെ സൗകര്യമില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിൾ തുറന്ന് ഓരോ ഭാഗം വായിക്കുമ്പോൾ ഇത് പിറവി കൊണ്ട സ്ഥലത്തെക്കുറിച്ചുകൂടി ഓർക്കണം. റോമിലെ ജയിലുകൾ വലിയ ഗുഹകളാ. ആ ഗുഹയ്ക്ക് അഴിയിട്ടിരിക്കുക. ആ ഗുഹ താഴേക്ക് കുഴിച്ച് 90 ഡിഗ്രി ആംഗിളിൽ പടിക്കെട്ടുണ്ടാക്കി 20-25 അടി താഴ്ചയിൽ ഒരു കിണറ്റിലാ ജയില്. ഇതിൻ്റെ അപ്പുറത്തും ഇതുപോലൊരു കിണർ. ഇവ തമ്മിൽ ഒരു ചെറിയ സുഷിരം. ഇങ്ങനെ കാലിലൊക്കെ പൊങ്ങി നോക്കിയാൽ അപ്പുറത്ത് കിടക്കുന്ന ആളിനെ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ കാണാം. ഇതാ സഹബദ്ധനായ മർക്കോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വായിച്ചിട്ടില്ലേ, അപ്പുറത്ത് തടവിൽ കിടപ്പുണ്ടെന്നും അതുവഴി ആ പേരുമൊക്കെ ചോദിച്ചെന്ന വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ചെറിയ കുഴി ദിനകൃത്യങ്ങൾ നിർവഹിക്കാനാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴിച്ച് ഓവുചാൽ വഴി ഇത് വൃത്തിയാക്കിയെടുക്കും. പുതയ്ക്കാനും ഉടുക്കാനും ധരിക്കാനും ഒരു ചാക്ക് കഷണം. ഈ കിടപ്പ ഇവിടെ കിടക്കുമ്പോൾ കാണാനെത്തുന്ന ആളുകൾ ഈ അഴിക്കപ്പുറത്തു നിന്ന് ഇങ്ങനെ തലയുയർത്തി താഴേക്ക് നോക്കും. ക്ഷമിക്കണം, ഞാൻ ഇത്തരം പല ജയിലുകൾ നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായി. യേശുവിൻ്റെ കല്ലറക്കരികിൽ വെച്ച് പോലും ഞാൻ പൊട്ടിക്കരഞ്ഞില്ല. പക്ഷേ പൊട്ടിക്കരഞ്ഞത് പൗലോസിനെ പോലെയുള്ള ആളുകൾ സമയം ചിലവഴിച്ച ഈ കല്ലറകൾ, ഈ ഗുഹകൾ കണ്ട്, ആ ജയിലുകൾ കണ്ട് ഹൃദയം നിറഞ്ഞു. കാരണം അവിടെ കിടന്ന് ഒരു ലേഖനം എഴുതേണ്ടി വരുമ്പോൾ താഴെ കിടന്ന് ഉച്ചത്തിൽ മുകളിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സിൽവാനോസോ ഒരു സ്വസ്തനേസോ അടുത്ത് വന്നിട്ട്
കാതുകൂർപ്പിച്ച് കേട്ടാണ് 10-16 അധ്യായങ്ങൾ വരുന്ന റോമർക്കെഴുതിയ ലേഖനവും മറ്റും എഴുതുന്നതെങ്കിൽ ആ പുസ്തകം കയ്യിലെന്തിയാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനം ഇവിടെ വന്നതെങ്കിൽ അത് വായിക്കാൻ അമാന്തം വിചാരിക്കണ്ട. തീയിൽ കുരുത്ത് നമുക്ക് വെയിലത്ത് വാഴാൻ സാധിക്കില്ല. പ്രതികൂലങ്ങളുടെ കനത്ത ഇരുണ്ടഴികൾക്കുള്ളിൽ നിന്ന് നാം പ്രാപിച്ചെടുത്ത ജീവന്റെ ചൈതന്യമുള്ള വചനമാ വിശുദ്ധ തിരുവെഴുത്ത്. അത് പ്രാപിച്ച ഇടം അവിടെയാ. അപ്പോൾ ഇങ്ങനെ പകർത്തി എഴുതാൻ എനിക്ക് ചിലരെ വേണം. പൗലോസ് മരിക്കാൻ സമയമെടുത്തു, മരിക്കുമെന്നുറപ്പായി. അദ്ദേഹത്തിൻ്റെ ഈ മരണവിധി എഴുതിയ പകർപ്പ് റോമൻ ഭരണകൂടം കൊണ്ട് ഈ കിടക്കുന്ന ജയിലിൻ്റെ മുകളിൽ വായിക്കാൻ പാകത്തിന് ഒട്ടിച്ചു വെക്കും. അതായത് പണിഷ്മെൻറ്റ്, ശിക്ഷയെക്കുറിച്ചുള്ള അറിയിപ്പ്. അത് താഴെ കിടന്ന് വായിക്കാം. ഇത് ഒട്ടിക്കുമ്പോഴേ, ആണിയടിച്ച് പലക തൂക്കുമ്പോഴേ അറിയാം എന്തോ ഭീകരമായ അറിയിപ്പാണ്. പൗലോസ് കണ്ണു തുറന്ന് അതൊരു വിധത്തിൽ വായിച്ചു. താർസോസിലെ ശൗൽ എന്നറിയപ്പെടുന്ന പൗലോസായ താങ്കളെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ചുമത്തി അതിൻ്റെ നിയമലംഘന നിമിത്തം സുവിശേഷം പ്രസംഗിച്ചുവെന്ന കുറ്റം ചുമത്തി ഇതിനാൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. നാളെ മുതൽ ഏത് ഘട്ടവും ഈർച്ചവാളിനാൽ താങ്കൾ കൊല്ലപ്പെടാം. എന്താ ഈർച്ചവാൾ? തടിയിറക്കുന്ന വാള്. മനുഷ്യ ശരീരത്തോട് തടിക്കട്ടകൾ ചേർത്ത് വെച്ച് കെട്ടിയിട്ട് തടിയിറക്കുന്ന വാളുകൊണ്ട് കാൽ മുതൽ പതുക്കെ പതുക്കെ വെട്ടി മുറിച്ചെടുക്കുന്ന ഭാഗം കഴുകന് തിന്നാനിട്ട് കൊടുക്കും, നായ്ക്കൾക്കും നരികൾക്കും തിന്നാനിട്ട് കൊടുക്കും. വാളിനാൽ കുത്തിയ മാംസക്കഷണങ്ങൾ എടുത്തിങ്ങനെ എറിഞ്ഞു കൊടുക്കും. ഈ ശിക്ഷ, ഇത് മാനസികമായി കൂടി ഭയപ്പെടുത്താനാ ഈ ശിക്ഷ. ഇവിടെ വരുന്നവരും മനസ്സിലാക്കണം, വാളിന്റെ വായ്ത്തലക്ക് നിന്നെ തുണ്ടം തുണ്ടമാക്കുമെന്ന് എഴുതി വെച്ച സ്ഥലത്തേക്കാ ചങ്കുറപ്പോടെ തിമത്തിയോസ് കാണാൻ ചെല്ലുന്നത്. ആ സ്ഥലത്തേക്കാ ശീലാസ് കാണാൻ ചെല്ലുന്നത്. ആ സ്ഥലത്തേക്കാ ഭയമില്ലാതെ കാണാൻ ചെല്ലുന്നതെങ്കിൽ ഈ രാത്രി സുവിശേഷം ഭയത്തെ അകറ്റുന്നതാണ്, ഭീതിയെ അകറ്റുന്നതാണ്, അത് ധൈര്യത്തിൻ്റെതാണ്, ആശങ്കകളെ അതിജീവിക്കുന്നതാണ്. ഇത് കണ്ടൊന്നും പിന്തിരിഞ്ഞോടാത്ത അതിമഹത്തായ സന്ദേശം, അതാണ് സുവിശേഷമെങ്കിൽ ആ സുവിശേഷത്തിന്റെ സത്യം ഞങ്ങൾ ആവർത്തിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ കിടപ്പിൽ ഈ മരണമൊഴി വായിച്ചിട്ടൊന്നും പൗലോസ് പേടിച്ചില്ല. ഇതെല്ലാം കാട്ടി ഞങ്ങളെ പേടിപ്പിക്കാവോ? നടക്കൂല. ഞങ്ങളൊക്കെ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. ഞാനതൊന്നും ആയി പൊതുവിൽ പരാമർശിക്കാത്ത. എന്നോടൊരിക്കൽ പറഞ്ഞു, പോലീസിനെ തരാം പ്രൊട്ടക്ഷന്, തോക്കിന് ലൈസൻസ് തരാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഇതൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ രാജീവ് ഗാന്ധി, നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇതൊന്നും കണ്ട് ഞങ്ങൾ പേടിക്കില്ല. ഞങ്ങൾ ആരാന്നാ നീ വിചാരിച്ചേ? നിനക്ക് ആൾ മാറിപ്പോയി. അഡ്രസ്സ് പഠിക്കണം. നീ അഡ്രസ്സ് പഠിച്ചിട്ട് ഇറങ്ങുള്ളൂ. തല്ലാൻ, കൊല്ലാൻ, വെട്ടാൻ, ഇല്ലായ്മ ചെയ്യാൻ നീ വിലാസം പഠിക്കണം. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പൂർവികരുടെ അനുഭവത്താളുകൾ ഒന്ന് വായിച്ചു നോക്കണം. ഞങ്ങൾ പടപൊരുതി വന്ന ഒരു ജനസമൂഹമാണ്. ഞങ്ങൾ നീന്തിക്കിടന്ന് കണ്ണീർ ചാലികളാണ്. ഞങ്ങൾ കടന്നു വന്ന അതിജീവനത്തിന്റെ വഴികൾ, അതിന്റെ ചരിത്രം പരതികൾ മനസ്സിലാകും. എന്താണ് ക്രിസ്ത്യാനിത്വത്തിന്റെ വ്യതിരിക്തത? കേൾക്കണേ. ഈ കിടപ്പിൽ കിടന്ന പൗലോസ് ജീവിത സായന്തനത്തിലെ അവസാനത്തെ കത്തുകൾ എഴുതുന്നത് അതാ നമ്മൾ വായിക്കുന്ന 1-2 തിമത്തിയോസും തീത്തോസും. പാസുമാർക്കുള്ള കത്തെല്ലാം അവിടെ കിടന്ന് എഴുതിയതാ. നമ്മളതെല്ലാം ഓർത്ത് നേരെ പോകണം നമ്മളെല്ലാം കേട്ടോ. സ്തോത്രം. ആ കനത്ത ജീവിത പ്രതിസന്ധിക്കകത്ത് വെച്ച് പറയാ, മകനെ തിമത്തിയോസേ, എനിക്ക് ഈ ഗതി വന്ന് നിനക്കൂടി ഇത് വരരുതെന്നല്ല. മകനെ തിമത്തിയോസേ, ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെട്ടോണം. എന്നിട്ട് പറയാ, ഞാനിപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്താ, സകല യാഗവും നടത്തി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന കുറേ ചാരവോ കുറേ എല്ലും കഷ്ണമോ ഒക്കെ കാണും, നമുക്കറിയാമല്ലോ. പക്ഷേ പാനീയ യാഗം ഉണ്ടല്ലോ, അവനെ അങ്ങോട്ട് പ്രയോഗിച്ചാൽ ഈ പാനപാത്രത്തിൽ പിന്നെ ഒന്നുമില്ല. എൻ്റെ ജീവിതം എന്താണ്ട് ഇങ്ങനെ പാനപാത്രമായി, പാനീയയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നല്ലപോലെ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെ പൗലോസ്ലീഹ തൻ്റെ മുമ്പിൽ ഒട്ടിച്ചു വെച്ച ഈ കണ്ട വാർത്താവോട് വായിച്ച് ഞെട്ടിയില്ല. പണ്ട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അഡ്വാൻസ് ആയിട്ട് അതിനുവേണ്ട ശക്തി പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ നിറച്ചത് കൊണ്ട് ആ വചന ഓർമ്മ വന്ന് കാണും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ തകരാതെ കീഴടങ്ങാതെ
ആ കിടക്കുന്ന കിടപ്പിൽ ഒരനിശ്ചിതത്വമുണ്ട്. എന്താണെന്നറിയണ്ടേ? ഈ നോട്ടീസ് ഒട്ടിച്ചതിൻ്റെ അടുത്ത ദിവസം മുതൽ എന്ന് വേണമെങ്കിലും വധശിക്ഷ നടപ്പിലാക്കാം. അപ്പം ഇത് കണ്ട് കണ്ട് മനസ്സിന് പ്രയാസം വന്നിട്ട് സമനില തെറ്റി മുടി വലിച്ചു പറിച്ച് വല്ലാത്തൊരു വെപ്രാളത്തിലാണ് ഇവർ മരിക്കുന്നത്. ഭ്രാന്തന്മാരാകും മരണഭയം കൊണ്ട്. കാരണം ശരീരം വെട്ടിമുറിച്ച് കഴുകനിട്ട് കൊടുക്കുക അത്ര ഭീതിജനകമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൗലോസിൻ്റെ സമനില തെറ്റിയെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചെന്ന്? അദ്ദേഹം മരണത്തിന് ആരും പറയാത്തൊരു പേര് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ. എന്തൊരു ലാളിത്യമാ വാക്കിന്, എന്തൊരാശ്വാസമാ വാക്കിന്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്. അനവധി തേജസ്സിലെ ഭാഗ്യം കരഗതമാക്കാനുള്ള പണപ്പുറപ്പാടിയാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആരാണെന്ന പിശാചേ നീ വിചാരിച്ചത്? എന്നിട്ട് തൻ്റെ മരണം ദിവസം അടുത്തിരിക്കുന്നൊക്കെ അറിഞ്ഞിട്ട് ഒരു കത്ത്. ആ കത്തിൽ എഴുതുക, മകനെ തിമോത്തിയോസേ, എനിക്ക് വേഗത്തിൽ നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ പറയുമ്പോഴേ ഈ ഭാഗം വായിച്ചാൽ മനസ്സിനൊരു വേദനയാണ് നമുക്കൊക്കെ. ധന്യനായ യോസഫിൻ്റെ ചരിത്രവും ഈ പൗലോസിൻ്റെ അന്ത്യനിമിഷങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലൊരു തുള്ളി കണ്ണീര് പൊടിയും വല്ലാതെ ഹൃദയത്തിൽ. കാരണം കോടികളുടെ ആസ്തിയുള്ള ഒരു കപ്പൽ പ്രമാണിയുടെ മകൻ, ബഹുഭാഷാ നിപുണൻ, കരുത്തുറ്റ താർക്കികൻ, ഇന്ന് കാണുന്ന അളവിലേക്ക് ക്രിസ്ത്യാനിത്വത്തെ പടച്ച് ശക്തിപ്പെടുത്തി കരുത്ത് പിടിപ്പിച്ച ഒരു മനുഷ്യൻ എല്ലും കോലവുമായി ഇവിടെ കിടന്നുകൊണ്ട് പറയുക, നീ വരുമ്പോൾ എനിക്ക് ഞാൻ കർപ്പൂസിൻ്റെ പക്കൽ വച്ചിട്ട് പോന്ന എൻ്റെ പഴയ പുതപ്പുണ്ട്. എന്നാലോചിച്ച് നോക്കിക്കേ. സമൃദ്ധിയുടെ സുവിശേഷം എന്ന വ്യാജേന നമ്മുടെ ആത്മീയ മണ്ഡലത്തെ മുഴുവൻ നശിപ്പിച്ച ദുഷ്ടന്മാർ ആത്മീകമായ സത്തയും സാരാംശവും തിരിച്ചറിയാതെ പണമാണ് സുവിശേഷ വേലയുടെ ലക്ഷ്യമെന്ന് പഠിപ്പിച്ച ഇത്തരം കിരാതന്മാർ മനസ്സിലാക്കട്ടെ, ക്രൈസ്തവ സഭയുടെ ആണിക്കല്ല യോജിച്ച പൗലോസിന്റെ ജീവിതാന്ത്യത്തിൽ അദ്ദേഹത്തിന്റെ സ്വത്തായി പറയുന്നത് സ്വന്തമായി ഒരു ബെഡ്ഷീറ്റ് പോലും ഇല്ലാതെ അവസാന നിമിഷത്തിൽ പറയുക, ഞാൻ കർപ്പോസിന്റെ പക്കൽ വച്ചിട്ട് പോകുന്ന പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരണം. അടുത്ത വചനം ഭയങ്കരം. മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാകിയാൽ നീ വരുമ്പോൾ അവനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണേ. എന്തൊരാനന്ദം! കൃത്യജീവിതത്തിൽ വലിയ ആനന്ദം ഇതല്ലേ? നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ദൈവപരിശുദ്ധാത്മാവിന്റെ ശക്തി ധന്യനായ പൗലോസിന്റെ മരണത്തിന്റെ തൊട്ടുമുമ്പ് ഒരു അനുരഞ്ജനത്തിന്റെ വഴിത്താര വെട്ടിത്തുറന്നെങ്കിൽ അതാണ് സുവിശേഷം, അതാണ് അതിന്റെ ബലം, അതാണ് ആത്മീയന്റെ ചിന്ത, അതാണ് ആത്മീയന്റെ പദ്ധതി. നാം ആരും പിണങ്ങിയിരിക്കാനുള്ളവരല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്കിടയിലെ വികല്പങ്ങൾ മാറട്ടെ. നാം ക്രിസ്തുവിലൊന്ന് സഭാ സ്പിരിറ്റ് മാറട്ടെ. സെന്റർ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ വികല്പങ്ങൾ മാറട്ടെ. വ്യക്തികൾ തമ്മിലുള്ള അകലം മാറട്ടെ. ക്രിസ്തുവിൽ നാം ഒന്നൊന്ന് ഹൃദയത്തിൽ ആത്മാർത്ഥമായി പറയുമ്പോൾ ഇരുട്ടിന്റെ കോട്ടകൾ ഇളകാതിരിക്കില്ല. ഈ തടവറയ്ക്കകത്തും വ്യാപരിക്കപ്പെടും ദൈവത്തിന്റെ സന്ദേശം, അവിടെയും വ്യാപിക്കും ദൈവത്തിന്റെ കൃപ, അവിടെയും ദൈവിക സന്തോഷം അനുഭവിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ അറിയിപ്പ് മാർക്കോസിന്റെ പക്കലേക്ക് കിട്ടുമ്പോൾ മാർക്കോസ് ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു എന്നാണ് ചരിത്രം. താൻ കേൾക്കാൻ കാത്തിരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം 1000 ബിരുദങ്ങൾ കരഗതമാക്കുന്നതിനേക്കാൾ, കോടികളുടെ ബാലൻസ് കൈപ്പറ്റുന്നതിനേക്കാൾ ഇതാ എന്നെയും അംഗീകരിച്ചിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സുവിശേഷകൻ, എൻ്റെ പ്രിയപ്പെട്ട മെന്റർ, എൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലൻ എന്നെയും സ്വീകരിച്ചിരിക്കുന്നു, എന്നെയും ഉൾക്കൊണ്ടിരിക്കുന്നു. നിന്നെ ഇന്ന് രാത്രി അംഗീകരിക്കുന്ന ദിവസം, നിന്റെ പാപത്തിന്റെ ചങ്ങല കണ്ണികൾ പൊട്ടിച്ച് ഒരു പുതുമനുഷ്യനാക്കുന്ന ദിവസം, നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും സ്ഥിരീകരിക്കുന്ന ദിവസം, ആർക്കും വേണ്ടാത്ത നമ്മെക്കൊണ്ട് വലിയ പ്രവൃത്തി ദൈവം ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം. ഈ 24ാമത് കൺവെൻഷൻ നമ്മുടെ വഴിത്തിരിവാകട്ടെ. കണ്ണുകളടയ്ക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ കരുത്തോടെ മുന്നേറുവാൻ, യേശുവിന് വേണ്ടി നിൽക്കാൻ, എനിക്കെന്റെ യേശുവിനെ പ്രസംഗിക്കണം, എനിക്കെന്റെ യേശുവിനായി നിൽക്കണം. ജാഗരൂകനായി എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കണം. എനിക്ക് പ്രവചിക്കണം, എനിക്ക് ആത്മാവിൽ ദൂതറിയിക്കണം, ചുറ്റുവഴുക്കുന്ന ആത്മീക സന്ദേശം അറിയിക്കണം. അതിശക്തനായി എനിക്ക് യേശുവിന് വേണ്ടി പോരാടണം. ഞാൻ മാത്രമല്ല, എന്റെ തലമുറ യേശുവിനെ പ്രസംഗിക്കണം. അവൻ ജോലിയോ അല്ലാതെയോ എങ്ങനെയോ അതൊക്കെ ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ എന്റെ മകൻ പ്രവചിക്കട്ടെ, എന്റെ മകൾ പ്രവചിക്കട്ടെ, എന്റെ മകൾ സുവിശേഷം അറിയിക്കട്ടെ. അവൻ വെളിപ്പാടുള്ളവനാകട്ടെ, അവൻ ദൈവകൃപയുള്ളവനാകട്ടെ. മർക്കോസിനെ പോലെ ദൈവത്തിന് പ്രയോജനപ്പെടട്ടെ. ആഗ്രഹിക്കുന്നവർ മാത്രം, ആത്മസമർപ്പണം ചെയ്തവർ മാത്രം,
കരമുയർത്തി ഒരിക്കൽ കൂടി സമർപ്പണം ചെയ്താട്ടെ. ഒരിക്കൽ കൂടി സമർപ്പണം ചെയ്താട്ടെ. യേശുവിൻ നാമത്തിൽ ഈ രാത്രി കർത്തൃവേലയ്ക്കും സുവിശേഷ തൽപരതയ്ക്കും വേണ്ടി കരമുയർത്തിയ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാട്ടോടെ, പ്രാർത്ഥനയോടെ, ആത്മനിറവോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള കർത്തവ്യങ്ങൾ കർത്താവിന്റെ ദാസന്മാർ നിർവഹിക്കും. ദൈവ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.